So, there are a few questions, and I'll try and answer them the best I can. ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനത് ഉത്തരം നൽകുവാൻ ശ്രമിക്കാം. One question is, a young person says, I heard a message from you recently that encouraged me to spend time with God. ഞാൻ താങ്കളിൽ നിന്നും കേട്ട ഒരു സന്ദേശം ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനായിട്ട് എന്നെ ഉത്സാഹിപ്പിക്കുന്നു. Only to feel His presence, to see His glory, without telling anything to Him. ദൈവത്തോടൊന്നും പറയാതെ തന്നെ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും അവൻ്റെ മഹത്വം കാണുവാനും. I tried to practice, but I didn't succeed completely. What should I do? ഒരു ചെറുപ്പക്കാരൻ്റെ ചോദ്യമാണ്. ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചു, പക്ഷേ ഞാൻ വിജയിച്ചിട്ടില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? Some things are a goal towards which we must work. It doesn't happen overnight. ചില കാര്യങ്ങൾ ഒരു രാത്രി കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. അതൊരു നമ്മുടെ ലക്ഷ്യമാണ്. നാം ആ ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട് ആഞ്ഞുകൊണ്ടിരിക്കണം. In the beginning, ആരംഭത്തിൽ we come to God, നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് telling Him things. ദൈവത്തോട് ചില കാര്യങ്ങൾ പറയുന്നു. Because we have so many problems and we have so many doubts. നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്, പല സംശയങ്ങളുണ്ട്. So there's nothing wrong in starting like that. That's kindergarten, prayer life. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആരംഭ ദിശയിൽ നാം അങ്ങനെ തന്നെയാണ് ആരംഭിക്കേണ്ടത്. Nothing wrong in it. അതിലൊരു തെറ്റുമില്ല. But we should not remain there always. എന്നാൽ നാം എപ്പോഴും അവിടെ തന്നെ തുടരരുത്. Our prayer life must grow just like you go from first standard, second standard, third standard, fourth standard. 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്സിലൂടെ നിങ്ങൾ വളരുന്നത് പോലെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും നിങ്ങൾ മുന്നേറണം. Think of the ultimate goal when we get up to heaven. നാം സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോഴാണ്, അവിടെയാണ് നാം ആത്യന്തികമായിട്ട് ലക്ഷ്യം പ്രാപ്തി ഉണ്ടാകുന്നത്. What will you do over there? അവിടെ നാം എന്താണ് ചെയ്യുക? No praying. അവിടെ പ്രാർത്ഥനയില്ല. No asking God for anything. ദൈവത്തോട് നാം ഒന്നും ചോദിക്കുന്നില്ല. It will be only praising Him, adoring Him for who He is. ദൈവം ആരാണ് എന്നത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, അത് മാത്രമേ ഉള്ളൂ. That's the highest goal. അതാണ് നമ്മുടെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യം. We have to start from kindergarten and work towards that goal. എന്നാൽ നാം ബാലപാഠങ്ങളിൽ, ചെറിയ ക്ലാസ്സുകളിൽ ആരംഭിച്ചാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത്. There is a song in English. ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു ഗാനമുണ്ട്. It says, My God, how wonderful thou art, thy majesty how bright. ദൈവമേ, അങ്ങ് എത്ര നല്ലവനാണ്, അങ്ങയുടെ മഹത്വം എത്ര ഉന്നതമാണ്. And it says in the last verse, what a rapture it will be when I see you face to face. ദൈവമേ, ഞാൻ അങ്ങയെ മുഖാമുഖം കാണുമ്പോൾ അത് എത്ര അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായിരിക്കും. I will just fall before you and gaze on thee. ഞാൻ ദൈവമേ അങ്ങയുടെ പാദത്തിൽ, അങ്ങയുടെ മുമ്പാകെ വീണ് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. That is a height. അത് ഏറ്റവും ഉന്നതമായ ഇടമാണ്. That's written by a man who had known something of that in his life. തൻ്റെ ജീവിതത്തിൽ അപ്രകാരം ചില ദൈവത്തോടുള്ള കൂട്ടായ്മ അനുഭവിച്ച ഒരു വ്യക്തി എഴുതിയ ഗാനമാണ്. If you can remember that you don't go from first standard to PhD in 1 year. ഒറ്റ വർഷം കൊണ്ട് 1ാം ക്ലാസ്സിൽ നിന്ന് PhDയിലേക്ക് നിങ്ങൾ എത്തുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ, start by asking. നിങ്ങൾ ഇപ്രകാരം ചോദിച്ചു തുടങ്ങുക. Prayer is the first step. പ്രാർത്ഥന ആദ്യത്തെ ആരംഭമാണ്, ആദ്യത്തെ പടിയാണ്. Move on second to thanksgiving. തുടർന്ന് നിങ്ങൾ നന്ദി കരേറ്റുന്നതിലേക്ക് തുടരുക. Learn to thank God. ദൈവത്തിന് നന്ദി കരേറ്റുക. Very few Christians do that. വളരെ കുറച്ച് ക്രിസ്ത്യാനികൾ മാത്രമേ അത് ചെയ്യാറുള്ളൂ. Then third is praise. മൂന്നാമത് ദൈവത്തിനെ സ്തുതിക്കുക. Praise is not thanking God for anything, just praising Him for who He is. ഏതെങ്കിലും ലഭിച്ച കാര്യങ്ങൾക്ക് വേണ്ടി നന്ദി കരേറ്റുകയല്ല, ദൈവം ആരാണ് എന്നുള്ളതിന് ദൈവത്തെ സ്തുതിക്കുകയാണ്. And fourth is worship. നാലാമത്തേത് ആരാധന. Where you don't even open your mouth. അവിടെ നിങ്ങൾ നിങ്ങളുടെ വാ തുറക്കുന്നു പോലുമില്ല. You fall before God, you surrender everything to Him. ദൈവത്തിന്റെ മുമ്പാകെ വീണ് എല്ലാം ദൈവത്തിന്റെ മുമ്പാകെ അർപ്പിക്കുന്നു. And you just enjoy God. ദൈവത്തെ നിങ്ങൾ ആസ്വദിക്കുന്നു. That is a height which very few people come to. വളരെ ചുരുക്കം പേർ മാത്രം എത്തുന്ന ഔന്നത്യമാണ്. Every church they talk about worship. എല്ലാ സഭകളും ആരാധനയെക്കുറിച്ച് സംസാരിക്കുന്നു.
I have met in my life very, very few people who really know how to worship. എന്നാൽ യഥാർത്ഥത്തിൽ ആരാധിക്കുവാൻ അറിയുന്ന വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. Maybe 4 or 5. 4 or 5 പേർ. A lot of people, what they call worship is not worship. അനേക ആളുകൾ ആരാധന എന്ന് പറയുന്നത് ആരാധനയല്ല. Thanksgiving and praise, which is good. അവരെ ചെയ്യുന്നത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, നല്ലത് തന്നെ. All I'm saying is don't call 3rd standard and 4th standard PhD. It is not. എന്നാൽ 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സിലും നിങ്ങൾ പഠിക്കുന്നത് PhD എന്ന് നിങ്ങൾ വിളിക്കരുത്. That is okay. 3rd and 4th standard is good, but recognize it is 3rd, 4th standard. Otherwise you'll think it is PhD and live there forever. 3ഉം 4ഉം ക്ലാസ്സുകൾ നല്ലതാണ്. എന്നാൽ നിങ്ങൾ അതിനെ PhD എന്ന് തെറ്റിദ്ധരിച്ച് 3ഉം 4ഉം ക്ലാസ്സുകളിൽ എന്നും തുടരരുത്. So what I was talking here is about worship. It is the last stage. ആരാധന എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പടിയാണ് എന്ന് ഞാൻ പറയുകയുണ്ടായല്ലോ. You cannot go there if you desire anything other than God. ദൈവത്തെ അല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ആരാധനയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. If you desire money, പണം നിങ്ങൾ ആഗ്രഹിക്കുന്നു, മാനം, position, സ്ഥാനം, if you are afraid of criticism, ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ പേടിക്കുന്നുവെങ്കിൽ, and if you seek anything on this earth, ഈ ഭൂമിയിൽ എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ, you cannot be a worshipper. നിങ്ങൾക്ക് ഒരു ആരാധകനായിരിക്കാൻ കഴിയില്ല. That's why I say very few people get there. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ചുരുക്കം പേർ മാത്രമാണ്. It is possible to get there. എന്നാൽ അവിടെ നിങ്ങൾക്ക് എത്തുവാൻ കഴിയും. Now a lot of these monks and people who go to monasteries think they have got there by forsaking the world externally. ലോകത്തെ ബാഹ്യമായി തിരസ്കരിച്ച ശേഷം ഈ മൊണാസ്ട്രികളിലും മലമേലും ഒക്കെ നിൽക്കുന്ന ഇപ്രകാരമുള്ള സന്യാസി വര്യന്മാർ അത് പ്രാപിച്ചു എന്ന് ചിന്തിക്കുന്നവരാണ്. See, even if you lock yourself in a monastery, the world is still in your heart. നിങ്ങൾ ഒരു മൊണാസ്ട്രിയിൽ നിങ്ങൾ അവിടെ വാതിലടച്ച് അതിനുള്ളിൽ നിങ്ങൾ ഇരുന്നാലും ഹൃദയം നിങ്ങളുടെ ഉള്ളിൽ ലോകം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. You stay away from marriage, sexual temptation is still in your heart. നിങ്ങൾ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിലും, no, stay away from marriage. നിങ്ങൾ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിലും ലൈംഗിക ദുർമോഹം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. So it's not by avoiding these things that we become worshippers of God. എന്നാൽ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് കൊണ്ടല്ല ആരാധകരാവുന്നത്. When a person worships God, he is not bothered what anybody thinks about him. ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് his mind is not full of criticism and judgment of so many people. മറ്റുള്ള ആളുകളെക്കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല അവന്റെ മനസ്സിരിക്കുന്നത്. He has forgiven everybody. He's got no grudge against anyone. എല്ലാവരോടും ക്ഷമിച്ച് ആരോടും ഒരു പരാതിയില്ലാത്തവനായി അവൻ ഇരിക്കുന്നു. He's not occupied with doctrines. He's occupied with God. ഉപദേശങ്ങളാലല്ല അവന്റെ മനസ്സ് നിറഞ്ഞിരിക്കുന്നത്, ദൈവത്താൽ അവന്റെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു. It is a place we should aim for. ആ ഒരു ലക്ഷ്യം, അതാണ് ആ ഒരു സ്ഥലം, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. But meanwhile we can spend time in prayer, thanksgiving and praise. എന്നാൽ ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുന്നത് വരെ പ്രാർത്ഥനയിൽ, നന്ദി കരേറ്റുന്നതിൽ, ദൈവത്തെ സ്തുതിക്കുന്നതിലൊക്കെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കുവാൻ കഴിയും. Be exact in how you pray. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശരിയാവണ്ണം പ്രാർത്ഥിക്കുക, കൃത്യമായി പ്രാർത്ഥിക്കുക. I'm not saying that God will not hear you if you pray in a wrong way. നിങ്ങൾ തെറ്റായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ കേൾക്കുകയില്ല എന്നല്ല ഞാൻ പറയുന്നത്. God is a loving father. ദൈവം സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. If little 1-year-old child comes to the father and says ba 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 ba, the father is happy. ഒരു വയസ്സുള്ള കുഞ്ഞ് പിതാവിന്റെ അടുത്ത് വന്ന് ബാ 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 എന്ന് പറഞ്ഞാൽ പോലും പിതാവിന് സന്തോഷം തന്നെയാണ്. But he won't be happy if he's 10 years old and he's still saying ba 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 ba. എന്നാൽ 10 വയസ്സായ ശേഷവും ബാ 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 ആണ് പിതാവിനോട് പറയുന്നതെങ്കിൽ പിതാവിന് അത്ര സന്തോഷം ഉണ്ടാവില്ല. There's a stage at which you can say almost anything and God is happy with you. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ദൈവത്തിന് നിങ്ങളോട് സന്തോഷം തോന്നുന്ന ഒരു grow up. അങ്ങനെയുള്ള ഒരു സ്ഥാനമുണ്ട്. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ വളരണം. For example, ഉദാഹരണത്തിന് I read once in the Bible. ഞാൻ ഒരിക്കൽ ബൈബിളിൽ ഇങ്ങനെ വായിച്ചു. In Matthew 6:9. മത്തായി 6:9. When you pray, say, Our Father who art in heaven. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങി നിങ്ങൾ പ്രാർത്ഥിക്കണം. In the Old Testament they could never say that. പഴയ നിയമ കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെ പറയുവാൻ കഴിയുമായിരുന്നില്ല. God was like the CEO of a company. ദൈവം ഒരു കമ്പനിയുടെ CEO പോലെയായിരുന്നു. You knock at the manager's door and say, Sir, can I come in? നിങ്ങൾ മാനേജറുടെ വാതിലിൽ മുട്ടിക്കൊണ്ട് നിങ്ങൾ ചോദിക്കുന്നു, സർ എനിക്ക് അകത്ത് പ്രവേശിക്കാമോ? Sir, I have a request. സർ എനിക്കൊരു അപേക്ഷയുണ്ട്. That is how they prayed to God in the Old Testament. പഴയ നിയമ കാലഘട്ടത്തിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. But now I don't go to God like that. എന്നാൽ ഇന്ന് ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത് അപ്രകാരമല്ല. Jesus said, He's your Father. ദൈവം പറഞ്ഞു, അവൻ നിന്റെ പിതാവാണ്. So it's all right to call him Lord. I sometimes pray, Lord, do this, do that.
കർത്താവേ അങ്ങ് ഇപ്രകാരം ചെയ്യണം എന്ന് ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. Most of my prayers I don't use the word Lord. മിക്കവാറുമുള്ള എൻ്റെ പ്രാർത്ഥനകളിൽ എന്നാൽ ഞാൻ കർത്താവേ എന്നല്ല ഞാൻ ഉപയോഗിക്കാറ്. It's not wrong. അത് തെറ്റല്ല. Most of the time I use Father. എന്നാൽ മിക്കവാറും സമയങ്ങളിൽ പിതാവേ എന്നാണ് ഞാൻ സംബോധന ചെയ്യാറുള്ളത്. Abba. Abba. Abba is the Hebrew word for the most intimate word you use for father. അപ്പ എന്ന് ഒക്കെ നാം വിളിക്കുന്ന ഏറ്റവും അടുത്ത രീതിയിലുള്ള നമ്മുടെ സംബോധനയാണ് ഹെബ്രായ ഭാഷയിലുള്ള. What name do you all call your father? നിങ്ങളുടെ പിതാവിനെ നിങ്ങളൊക്കെ എന്ത് പേരിലാണ് In വിളിക്കുന്നത്? English we say daddy or dad. ഇംഗ്ലീഷിൽ ഡാഡ് അല്ലെങ്കിൽ ഡാഡി എന്ന് വിളിക്കാറുണ്ട്. I don't think any of you call your father Pidave. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫാദറിനെ അപ്പനെ പിതാവേ എന്ന് വിളിക്കാറുണ്ട്? Appa or Appacha or something like that. നിങ്ങൾ ചിലപ്പോൾ അപ്പ അച്ഛ അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ വിളിക്കുന്നത്? The Bible says the Holy Spirit comes in our heart and says Appacha. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് അച്ചാച്ച അപ്പ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ പ്രേരിപ്പിക്കുന്നത്. Have you ever spoken to God like that? Have you ever spoken to God like that? നിങ്ങൾ അപ്രകാരം ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടോ? I don't do it in public, it will offend people, but in public I often feel I'm a 2-year-old sitting in my heavenly father's lap and I say, Daddy, I want to tell you something. ഞാൻ പലപ്പോഴും സ്വർഗ്ഗസ്ഥ പിതാവിന്റെ മടിയിലിരിക്കുന്ന 2 വയസ്സ് പയ്യനെ പോലെ ഞാൻ ഡാഡി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഞാൻ പൊതുവേദിയിൽ പറഞ്ഞില്ലെങ്കിലും എൻ്റെ രഹസ്യ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. Like a 2-year-old who's got no worry in the world, I sit there with no worry in the world. ഈ ലോകത്തിലെ ഒരു തരം പ്രശ്നങ്ങളാലും മനസ്സ് കലുഷിതമാകാത്ത ഒരു 2 വയസ്സുള്ള ബാലനെ പോലെ ഞാൻ പിതാവിന്റെ മടിയിൽ അപ്രകാരം ഇരിക്കുന്നു. You examine how you pray. Most of the time you'll say Lord. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. മിക്കവാറും സമയം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എന്നാണ് നിങ്ങൾ. Even though Jesus said when you pray say Father. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ എന്ന് സംബോധന ചെയ്യുവാൻ യേശു പറഞ്ഞെങ്കിലും it's not wrong. തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. But that intimacy does not seem to be there in your life. എന്നാൽ ദൈവത്തോടുള്ള ആ ഏറ്റവും അടുത്ത ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ അത് ഇല്ല എന്ന് തോന്നുന്നു. And it can lead you to anxiety. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആകാംക്ഷാകുലരാകുന്നു. And you know many people, they particularly in Pentecostal churches when they pray in public, പൊതു സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ചും പെന്തക്കോസ്ത് സഭകളിൽ they try to be spiritual and pray, oh Lord, please hear us. അവർ വളരെ ആത്മീക ഭാഷ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഒരു വിറയലോടുകൂടെ ദൈവമേ കേൾക്കണമേ. If my son comes to me and says, Daddy, please hear me. എൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്ന് ഡാഡി കേൾക്കണമേ എന്ന് വിറച്ചുകൊണ്ട് സംസാരിച്ചാൽ I'll say, son, what's wrong with you? Are you all right? ഞാൻ ചോദിക്കും, are you sick? മോനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ? നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? You don't have to do any of that acting when you go to your daddy. നിങ്ങൾ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അപ്രകാരമുള്ള ഒരു അഭിനയത്തിന്റെയും ആവശ്യമില്ല. If other people want to act, let them act. മറ്റുള്ളവർക്ക് അപ്രകാരം അഭിനയിക്കണമെങ്കിൽ അവർ അഭിനയിക്കട്ടെ. You go to your heavenly daddy exactly like you go to your earthly daddy. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഭൂമിയിലെ നിങ്ങളുടെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് പോലെ തന്നെയാകട്ടെ. It took me a long time to come there because I found everybody else was acting. ആ ഒരു സ്ഥാനത്ത് എത്തുവാൻ എനിക്ക് വളരെയധികം വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. കാരണം എൻ്റെ ചുറ്റിനുമുള്ള എല്ലാവരും അഭിനയിക്കുകയായിരുന്നു. But I started reading the scripture and I say, I don't care how other people pray. I'm going to talk to my daddy in heaven. എന്നാൽ ഞാൻ ദൈവവചനം വായിച്ച് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയപ്പോൾ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. ദൈവം പറയുന്നത് പോലെ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു. Frees me from tension and anxiety and all that. അത് എന്നെ ടെൻഷനിൽ നിന്നും ആകാംക്ഷയിൽ നിന്നും സ്വതന്ത്രനാക്കുന്നു. Don't imitate anybody else. അതുകൊണ്ട് മറ്റുള്ളവരെ നിങ്ങൾ അനുകരിക്കാതിരിക്കുക. Do what Jesus said. യേശു പറഞ്ഞത് ചെയ്യുക. When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ Father who art in heaven. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് സംബോധന ചെയ്യുക. Romans 8 says the Spirit of God comes within us and cries out, Abba, Father. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് അബ്ബ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. Develop that intimacy and your whole prayer life will change. ദൈവത്തോടുള്ള ഏറ്റവും അടുത്ത ഈ ബന്ധത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറും. Now don't get condemned if you say Lord, that's also okay. നിങ്ങൾ കർത്താവേ എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തേണ്ട. The apostles prayed in Acts 4 saying Lord. അപ്പോസ്തലന്മാർ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ ലോർഡ് കർത്താവേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. Paul says in 2 Corinthians 12, he prayed, Lord, take away my thorn. എൻ്റെ ഈ മുള്ളിനെ എടുത്തു കളയണമേ കർത്താവേ എന്ന് പൗലോസ് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചു. He is my Lord also. അവൻ എൻ്റെ കർത്താവും കൂടെയാണ്. He is not only my heavenly Father. എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് മാത്രമല്ല. So it's perfectly right to call him Lord. അതുകൊണ്ട് തന്നെ അവനെ അവിടുത്തെ കർത്താവേ എന്ന് വിളിക്കുന്നത് തെറ്റല്ല. But I say
if you never call him father or daddy, something is wrong. എന്നാൽ നിങ്ങൾ ഒരിക്കലും പിതാവേ അബ്ബ അപ്പ എന്ന് നിങ്ങൾ വിളിക്കുന്നില്ല എങ്കിൽ എന്തോ ഒരു So I want to encourage an intimacy that Jesus wanted us to have with our heavenly Father. നമ്മുടെ സ്വർഗ്ഗസ്ഥ പിതാവിനോട് നമുക്ക് ഏറ്റവും അടുത്ത ഈ ബന്ധം ഉണ്ടാകണമെന്ന് യേശുക്രിസ്തു ആഗ്രഹിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Another question is, explain the physical and emotional experience in Holy Spirit baptism. പരിശുദ്ധാത്മ നിറവിലുള്ള ആത്മീകവും വൈകാരികവുമായ അനുഭവങ്ങൾ എങ്ങനെയാണ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? I told you the other day, 1 Thessalonians 5:23, man is spirit, soul and body. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു 1 തെസ്സലോനിക്കർ 5:23, മനുഷ്യൻ അവൻ ആത്മാവ്, പ്രാണൻ, ദേഹി, ഈ മൂന്നും ആണ്. In the Old Testament, they did not have any understanding of the Spirit. ആത്മാവിനെ കുറിച്ച് ഒരു ഗ്രാഹ്യവും പഴയ നിയമ ഭക്തന്മാർക്ക് ഉണ്ടായിരുന്നില്ല. Like I told you, there was a veil that blocked off that most holy place, അതിവിശുദ്ധ സ്ഥലത്തിൽ നിന്നും അവരെ തടസ്സം നിർത്തിയിരുന്ന ഒരു കട്ടിയുള്ള തിരശ്ശീല which ഉണ്ടായിരുന്നു. symbolized man's spirit. Which symbolized man's spirit. അത് The most holy place symbolized man's spirit. അതിവിശുദ്ധ സ്ഥലം മനുഷ്യന്റെ ആത്മാവിനെ കുറിക്കുന്നു. They could only move in the outer court and holy place. അവര് പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തും മാത്രമാണ് വിഹരിച്ചിരുന്നത്. That's why worship also was only physical and in the soul. അതുകൊണ്ട് തന്നെ ആരാധനയും അത് ശാരീരികവും വൈകാരികവും മാത്രമായിരുന്നു. But in the New Testament, the veil is rent. എന്നാൽ പുതിയ നിയമത്തിൽ ഈ തിരശ്ശീല ചീന്തപ്പെട്ടു. We can live in the Spirit. ഇപ്പോൾ നമുക്ക് ആത്മാവിൽ ജീവിക്കുവാൻ കഴിയും. The Bible says, pray in the Spirit. വേദപുസ്തകം പറയുന്നു ആത്മാവിൽ പ്രാർത്ഥിക്കുക. That's different from praying in tongues. അന്യഭാഷയിൽ സംസാരിക്കുന്നതിൽ നിന്നും അത് വ്യത്യസ്തമാണ്. Pray in the Spirit, pray with my mind. ആത്മാവിൽ പ്രാർത്ഥിക്കുക, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. So, when the Holy Spirit fills us, പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുമ്പോൾ, because we are spirit, soul and body, നാം ആത്മാവും പ്രാണനും ദേഹിയും ആകയാൽ, the main part of our being where the Holy Spirit comes is our spirit. പരിശുദ്ധാത്മാവ് പ്രാഥമികമായും കടന്നു വരുന്നത് നമ്മുടെ ആത്മാവിലേക്കാണ്. Or our heart, sometimes called the heart. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. But that will affect the mind and the body. എന്നാൽ എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയും അത് ബാധിക്കും. For example, ഉദാഹരണത്തിന്, some people when they are baptized in the Holy Spirit, they feel like 1 week they are in heaven. ചില ആളുകളെ സംബന്ധിച്ചോളം അവർ പരിശുദ്ധാത്മാ നിറവ് പ്രാപിക്കുമ്പോൾ ഒരാഴ്ച അവർ സ്വർഗത്തിലാണ് എന്നതുപോലെയുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകും. മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടതുപോലെ. That's affecting their emotions. അവരുടെ വികാരത്തെ പോലും അത് സ്വാധീനിക്കുന്നു. Their mind gets enlightened. അവരുടെ മനസ്സ് പ്രകാശം ഉണ്ടാകുന്നു. I found new things in the Bible when I was baptized in the Holy Spirit, which I had read already for 16 years. 16 വർഷം ഞാൻ ദൈവവചനം വായിച്ചുവെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ശേഷം നാം ദൈവവചനം വായിച്ചപ്പോൾ ദൈവവചനത്തിൽ നിന്ന് എനിക്ക് പുതിയ പ്രകാശം ലഭിച്ചു. That is the intellectual aspect. അത് ബൗദ്ധികമായ രീതിയിലും പരിശുദ്ധാത്മ നിറവ് നമ്മെ സ്വാധീനിക്കും. Emotional aspect of excitement. വൈകാരിക തലത്തിൽ അത് എനിക്ക് വളരെ ഉത്സാഹവും ഉത്തേജനവും പകരുന്നു. And there can be physical experiences also, like speaking in tongues is a physical experience. ശാരീരികമായ വ്യത്യാസങ്ങളും നമുക്കുണ്ടാകാം. ചിലരെ സംബന്ധിച്ചോളം അവർ അന്യഭാഷയിൽ സംസാരിക്കും. See, speaking in tongues is not a intellectual or emotional thing. അന്യഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ബൗദ്ധികമോ വൈകാരികമോ ആയ ഒരു കാര്യമല്ല. The mind cannot understand it. മനസ്സിന് അത് മനസ്സിലാവുകയില്ല. The Bible says that. ബൈബിൾ വേദപുസ്തകം അപ്രകാരം പറയുന്നു. If it's only emotional, then it's not from the Spirit. വൈകാരികം മാത്രമാണെങ്കിൽ അത് ആത്മാവിൽ നിന്ന് ഉടലെടുക്കുന്നതല്ല. That is just an excitement people produce. അത് ആളുകൾ ഉണ്ടാക്കുന്ന ഒരു തരം വികാര തള്ളൽ മാത്രമാണ്. 95% of the tongues that I've heard in Pentecostal churches, I don't believe is genuine. 95% അന്യഭാഷാ ഭാഷണം ഞാൻ പെന്തക്കോസ്ത് സഭകളിൽ കേട്ടിട്ടുള്ളത് അത് യഥാർത്ഥത്തിലുള്ളതല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. It doesn't sound like a language. അത് മറ്റൊരു It does not sound like a language. അതൊരു ഭാഷ പോലെ തോന്നുന്നില്ല. This is abakakababa abakababa, that's it. What is that? അവര് ചില വാക്കുകൾ മാത്രം മാറ്റി മാറ്റി സംസാരിക്കുന്നു. Now if a person, for example, is speaking Chinese here, ഇവിടെ ഒരു വ്യക്തി ചൈനീസ് ഭാഷ സംസാരിക്കുന്നു എന്ന്, even though you don't understand a word of it, നിങ്ങൾക്ക് ചൈനീസ് ഭാഷയുടെ ഒരു വാക്ക് പോലും അറിയില്ല എങ്കിലും you will know he's speaking a language.
അദ്ദേഹം ഒരു ഭാഷയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. If a person is speaking Punjabi here, you don't understand it, but you can understand he's speaking a language. പഞ്ചാബി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന ഒരാളിനെ കാണുമ്പോൾ അദ്ദേഹം ഒരു ഭാഷയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. If he says this is Chinese and he says baka baka, you won't say this chap is fooling me. He's not speaking Chinese. എന്നാൽ ഇതൊരു ഭാഷയാണെന്ന് പറയുകയും ചൈനീസ് സംസാരിക്കുന്ന ഒരു വ്യക്തി ചില വാക്കുകൾ മാത്രം മാറ്റി മാറ്റി സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എന്നെ വഞ്ചിക്കുകയാണ് എന്ന് നിങ്ങൾ പറയും. Tongues is a language. അന്യഭാഷ അതൊരു ഭാഷയാണ്. Paul said, I thank God I speak in tongues more than all of you. മറ്റെല്ലാവരെക്കാട്ടിലും അധികമായി ഞാൻ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പൗലോസ് But പറയുന്നു. in the church I will not use it. എന്നാൽ സഭയിൽ ഞാൻ അത് Then ഉപയോഗിക്കുകയില്ല. where did he use it? പിന്നെ എവിടെയാണ് അദ്ദേഹം In ഉപയോഗിച്ചത്? private, when he spoke to God. ദൈവത്തോട് വ്യക്തിപരമായി സംസാരിക്കുവാനായിട്ട് അന്യഭാഷാ ഭാഷണം And that's പൗലോസ് where I ഉപയോഗിച്ചു. use it. That is where I use it. ഞാനും അപ്രകാരം And ഉപയോഗിക്കും. it is a language. അതൊരു ഭാഷയാണ്. And I can continue speaking in that language longer than I can speak in English. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിലും അധികമായി എനിക്ക് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുവാൻ കഴിയും. Because I'll tell you why. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. You try this experiment. ഈ ഒരു പരീക്ഷണം നിങ്ങൾ നടത്തുക. When you go home, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ try and praise God or thank God. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക അല്ലെങ്കിൽ ദൈവത്തിന് No നന്ദി prayer, കരേറ്റുക. no prayer. പ്രാർത്ഥന വേണ്ട. Not asking for anything. ദൈവത്തോട് ഒന്നും ചോദിക്കാതിരിക്കുക. Not even thanking for 101 things he did. അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത 101 കാര്യങ്ങൾക്ക് But വേണ്ടി only praising him for who he is. ദൈവം ആരാണ് എന്നതിനെ കുറിച്ച് ദൈവത്തെ സ്തുതിക്കുക മാത്രം ചെയ്യുക. Try and do it for 1 minute. ഒരു മിനിറ്റ് in your language. നിങ്ങളുടെ English or ഭാഷയിൽ Malayalam. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾ ചെയ്യുക. I guarantee you'll have to repeat yourself. നിങ്ങൾ ആവർത്തിക്കാതെ ഒരു വാക്ക് വീണ്ടും ആവർത്തിക്കാതെ നിങ്ങൾക്ക് ഒരു മിനിറ്റ് തുടർച്ചയായിട്ട് അങ്ങനെ You will സ്തുതിക്കുവാൻ not be able to ബുദ്ധിമുട്ട് continue. ഉണ്ട്. You say thank God, then don't use thank again. നിങ്ങൾ അറിയാതെ നന്ദി, താങ്ക് ഗോഡ്, നന്ദി കർത്താവേ എന്ന് പറയും, നന്ദി ഉപയോഗിക്കരുത്. Praise you, don't repeat that. ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നു, പക്ഷെ വീണ്ടും ആവർത്തിക്കരുത്. Hallelujah, don't repeat that. ഹല്ലേലൂയ എന്ന് പറയുന്നു, വീണ്ടും ആവർത്തിക്കരുത്. You're stuck. നിങ്ങൾ അവിടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. You have to then keep on repeating what you said earlier. നിങ്ങൾ നേരത്തെ പറഞ്ഞത് വീണ്ടും And ആവർത്തിക്കണം. you see most of the people when they praise God, even publicly, മിക്കവാറും ആളുകൾ പൊതുസ്ഥലങ്ങളിൽ പോലും ദൈവത്തെ സ്തുതിക്കുമ്പോൾ they're saying thank you, praise you, and a few hallelujahs in between. അവർ ദൈവത്തെ നന്ദി കർത്താവേ, ദൈവത്തിന് സ്തോത്രം, ഇടയ്ക്ക് കുറച്ച് ഹല്ലേലൂയ. There's nothing wrong in that. അതിൽ ഒരു തെറ്റുമില്ല. That is first standard praise. It's excellent. അത് ഒന്നാം ക്ലാസ്സിലെ ദൈവത്തിന്റെ സ്തുതിയാണ്, നല്ലത് തന്നെ. But what about praising God continuously and without repeating the same thing? എന്നാൽ ആവർത്തിക്കാതെ, ആവർത്തന വിരസത കൂടാതെ തുടർമാനമായിട്ട് ദൈവത്തെ സ്തുതിക്കുക എന്നാൽ എന്താണ്? If you're happy with this repeating, that's enough for you. You can live all your life with that. നിങ്ങൾ ഇപ്രകാരം ആവർത്തിക്കുന്നതിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇപ്രകാരം ആവർത്തിച്ച് You സ്തുതിച്ചുകൊണ്ടേയിരിക്കും. say, Lord, I'm not happy with just this limited language I'm using. കർത്താവേ, എന്നാൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഭാഷ അതിൽ മാത്രം ഞാൻ തൃപ്തനല്ല. I want to use many words to praise you. പരിമിതികളുള്ള ഈ ഭാഷയ്ക്ക് അപ്പുറത്ത് പല വാക്കുകൾ ഉപയോഗിച്ച് അങ്ങേ സ്തുതിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. He may give you the gift of tongues. അപ്പോൾ അവൻ നിങ്ങൾക്ക് See, അന്യഭാഷയുടെ വരം because നൽകും. when your heart is full of praise നിങ്ങളുടെ ഹൃദയം സ്തുതിയാൽ നിറയുമ്പോൾ, or full of heaviness and sorrow because of some trial, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയാസത്തിലൂടെ ദുഃഖത്തിലൂടെ നിങ്ങളുടെ ഹൃദയം ദുഃഖം നിറഞ്ഞ് ഇരിക്കുമ്പോൾ, it has to go through a very narrow pipe in your mind called English or Malayalam, small pipe. നിങ്ങളുടെ മനസ്സിലുള്ള വളരെ ഇടുങ്ങിയ ഒരു പൈപ്പ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്ന ആ ഭാഷയിലൂടെ മാത്രമേ നിങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ കഴിയൂ. Heart is like a big tank of water bubbling. എന്നാൽ നിങ്ങളുടെ ഹൃദയം അത് ഒരു വെള്ളത്തിന്റെ വലിയൊരു ടാങ്ക് പോലെയാണ്, അത് നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടിരിക്കും. Praise or sorrow. അത് സന്തോഷമാകാം, ദുഃഖമാകാം. But it has to go through this, in my case, English language. എന്നെ സംബന്ധിച്ചോളം അത് ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ് പുറത്തു വരുന്നത്. And after a few drops come out, that's it, finished. കുറച്ച് വാക്കുകൾ പുറത്തു വന്നു കഴിയുമ്പോൾ, കുറച്ച് തുള്ളികൾ വന്നു കഴിയുമ്പോൾ നിന്നു പോകുന്നു. If God gives me a bypass straight from the heart to the mouth, എന്നാൽ എൻ്റെ ഹൃദയമാകുന്ന ഈ ടാങ്കിൽ നിന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാതെ നേരിട്ട് എൻ്റെ വായിലേക്ക് ഒരു ബൈപ്പാസ് റൂട്ട് ദൈവം നൽകുകയാണെങ്കിൽ, നേരിട്ട് വായിലേക്ക്, I can go on indefinitely. എനിക്ക് തുടർമാനമായി ദൈവത്തെ സ്തുതിക്കുക. Whenever I'm tempted to be discouraged, and that happens, എനിക്ക് എപ്പോഴെങ്കിലും നിരാശയ്ക്കായിട്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ, and that happens sometimes, അത് പലപ്പോഴും ഇടയ്ക്ക് I don't സംഭവിക്കും. get discouraged. ഞാൻ നിരാശപ്പെട്ടു പോകുന്നില്ല. For many years now, I've never got discouraged. അനേക വർഷങ്ങളായി ഞാൻ നിരാശപ്പെടാറില്ല. I'm tempted many times. പല സമയങ്ങളിലും എനിക്ക് പരീക്ഷയുണ്ട്. But that pressure comes, എനിക്ക് ആ സമ്മർദ്ദം വരുമ്പോൾ, and I
pray to God in tongues ഞാൻ ആ സമയത്ത് ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിക്കുന്നു. and keep on doing it till the discouragement goes. എൻ്റെ ആ ഒരു നിരാശ മാറുന്നത് വരെ ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. So there are some practical results from baptism in the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഇപ്രകാരമുള്ള പ്രായോഗികമായ ചില കാര്യങ്ങളുണ്ട്. Don't be satisfied with the counterfeit. എന്നാൽ നിങ്ങൾ ഒരു കള്ള നാണയം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത്. And the main thing is power. You shall receive power when you are filled with the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്നത് ശക്തിയാണ്. When I was seeking God first for this, പരിശുദ്ധാത്മ നിറവിനായിട്ട് ദൈവത്തെ അന്വേഷിച്ചപ്പോൾ I was asking for boldness to stand on the streets in the naval base in Cochin 1963. 1963 കൊച്ചിയിലുള്ള നേവൽ ബേസിലെ തെരുവുകളിൽ നിന്നുകൊണ്ട് കർത്താവിനെ സാക്ഷിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് ഞാൻ അന്വേഷിച്ചത്. I'm not afraid to stand in the streets and preach the gospel. പരിശുദ്ധാത്മാ നിറവ് എനിക്ക് ഉണ്ടായപ്പോൾ എനിക്ക് കൊച്ചിയിലെ തെരുവുകളിൽ നിന്ന് സംസാരിക്കുവാൻ എനിക്ക് പേടിയില്ലായിരുന്നു. I prayed and prayed and prayed. Lord, when you give me that power, I'll know I'm filled with the Holy Spirit. കർത്താവേ, എനിക്ക് അപ്രകാരം ശക്തിയോടെ അവിടെ നിൽക്കുവാനായിട്ട് കഴിയുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് എനിക്ക് മനസ്സിലാകും. I was afraid and ashamed to stand there and preach the gospel. അവിടെ നിന്ന് അപ്രകാരം പ്രസംഗിക്കുവാൻ എനിക്ക് ലജ്ജയായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. Just like the disciples were locked in a door inside a room and afraid. പേടിച്ച് ഒരു മുറിയിൽ അടച്ച് ഇരുന്ന ശിഷ്യന്മാരെ പോലെ. Now doing that in these days is not so easy because people think it's some political rally, so you got to be wise nowadays. ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം തെരുവുകളിൽ നിന്ന് സംസാരിക്കുന്നത് അത് നിങ്ങൾ ജ്ഞാനത്തോടു കൂടെ ചെയ്യണം. ആളുകൾ അതൊരു രാഷ്ട്രീയവൽക്കരിക്കുവാനായിട്ട് ശ്രമിക്കും. I don't encourage it so much nowadays, but 50 years ago it was easier. ഈ കാലഘട്ടത്തിൽ ഞാൻ അത് അപ്രകാരം പ്രോത്സാഹിപ്പിക്കാറില്ല. എന്നാൽ 50 വർഷങ്ങൾക്ക് മുമ്പ് അത് സാധ്യമായിരുന്നു. Even if it's there or in a church, we need boldness to speak the word. തെരുവിലാണെങ്കിലും സഭയിലാണെങ്കിലും ദൈവവചനം സംസാരിക്കുവാനായിട്ട് നമുക്ക് ധൈര്യം ആവശ്യമാണ്. That is the main result of the baptism of the Holy Spirit, not tongues. പരിശുദ്ധാത്മ നിറവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഇതാണ്, അന്യഭാഷയല്ല, ശക്തിയാണ്. God gives you tongues, it will be a language. എന്നാൽ നിങ്ങൾക്ക് ദൈവം അന്യഭാഷ വരം നൽകുകയാണെങ്കിൽ അതൊരു ഭാഷയായിരിക്കും. Like a child, you start with a few syllables, but it will develop into a language. ഒരു കുഞ്ഞ് ഒരു ഭാഷ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ ഉച്ചരിച്ചാണ് തുടങ്ങുന്നത്, എന്നാൽ ക്രമേണ അതൊരു ഭാഷയായി മാറും. With some people it's just a language flowing right from day one. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചോളം ആദ്യ നാൾ മുതൽ തന്നെ ഒരു ഭാഷയായിട്ട് അത് പുറത്തു വരും. Okay, another question is, I find a great pull to commit sin within me. How can I overcome it? എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപത്തിൻ്റെ ഒരു വലിയ വലി എൻ്റെ ജീവിതത്തിൽ കാണുന്നു. എങ്ങനെയാണ് ഈ പാപത്തിൻ്റെ വലിയിൽ നിന്ന്, ശക്തിയിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും? ഗലാത്യ ലേഖനം 5-ാം അധ്യായം. It says, verse 17, the flesh sets his desire against the spirit, spirit against the flesh. These are in opposition to one another. 5-ാം അധ്യായം 17-ാം വാക്യം, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. So that is what you are experiencing. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ആ ഒരു വടംവലിയാണ്. It's because you are born again. നിങ്ങൾ വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ. If you are not born again, that conflict will not be there. നിങ്ങൾ വീണ്ടും ജനിക്കാത്ത വ്യക്തിയാണെങ്കിൽ ഈ തരത്തിലുള്ള വടംവലി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. The pull will be there, but you won't have any desire to overcome it. വലി ഉണ്ടാകും തീർച്ചയാണ്, പക്ഷേ നിങ്ങൾക്ക് ആ വലിയെ ജയിച്ച് മുന്നേറണമെന്നുള്ള താല്പര്യം ഉണ്ടാവുകയില്ല. But when the spirit comes in, the spirit is in conflict with the flesh. എന്നാൽ ആത്മാവ് കടന്നു വരുമ്പോൾ ആത്മാവ് ജഡാഭിലാഷത്തിന് എതിരായി നിൽക്കുന്നു. Now you must ask God to fill you with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനായിട്ട് ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം. And the way to do that is to give over to God, yield every area of your life to Him. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക എന്നതാണ് അതിന്റെ വഴി. Think of your heart like a house with 10 rooms. 10 റൂമുകളുള്ള ഒരു വീട് പോലെ നിങ്ങളുടെ ഹൃദയത്തെ സങ്കല്പിക്കുക. One room is called the guilt room. അതിലെ ഒരു റൂമിന്റെ പേര് കുറ്റബോധത്തിന്റെ മുറി. I feel guilty about all the sins I've committed in my life. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളെക്കുറിച്ചുമുള്ള കുറ്റബോധം. And I ask the Lord to come in and cleanse me from my sins. ഞാൻ ദൈവത്തെ വിളിച്ച്, ദൈവമേ എൻ്റെ ഹൃദയത്തിന്റെ ഈ അറയിലേക്ക് കടന്നു വന്ന് എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. The Holy Spirit comes in. പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. Do you know that the day you are born again, the Holy Spirit comes in? നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച അതേ നാളിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? Many people don't understand that. But it says in Romans 8:9. റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ, listen to this. നിങ്ങൾ ഇത് വായിക്കുക. The last part. അവസാന ഭാഗം. If anyone does not have the Spirit of Christ, he doesn't even belong to Him. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല. If you have not received the Holy Spirit, you are not even born again. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ആത്മാവ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല. The Spirit of Christ is the Holy Spirit.
ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുന്നത് when you പരിശുദ്ധാത്മാവ്. ask Jesus Christ to come into your heart, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നിങ്ങൾ Jesus Christ is in പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തു സ്വർഗ്ഗത്തിലാണ്. how can he come into your heart? യേശു ക്രിസ്തുവിന് എങ്ങനെയാണ് നിങ്ങളുടെ He's in ഹൃദയത്തിലേക്ക് heaven. കടന്നു വരുന്നത്? അവൻ സ്വർഗ്ഗത്തിലാണ്. But his spirit is here. എന്നാൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഇവിടെയുണ്ട്. That's the Holy Spirit. അത് പരിശുദ്ധാത്മാവാണ്. So when you open your heart and say, Lord Jesus, come into my heart, നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് കർത്താവേ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് നിങ്ങൾ പറയുമ്പോൾ Christ does not leave heaven. ക്രിസ്തു സ്വർഗം വിടുന്നില്ല. His spirit comes in. ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് And കടന്നു you are വരും. born again or born of the Holy Spirit. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ But ജനിക്കുന്നു. you may not be baptized in the Holy Spirit. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ അഭിഷേകപ്പെടുന്നില്ല. അഭിഷേകം ചെയ്യപ്പെടുന്നില്ല. Abhishekam is the wrong word. Baptism in the Greek means fullness, immersion. നിറവ് എന്നതിൻ്റെ ഗ്രീക്ക് ഭാഷ അത് They were see the word baptized, just like water baptism. How are you baptized? ജലസ്നാനം. You're immersed in the water. വെള്ളത്തിൽ നിങ്ങൾ ഒരു വ്യക്തിയെ മുക്കുന്നു. And in the English it says baptism in the Holy Spirit means immersed in the Holy Spirit. That's all. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം അല്ലെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. See, a lot of people confuse that. The word is being used in Malayalam as anointed, anointed, anointed. അഭിഷേകം ചെയ്യപ്പെടുന്നു എന്ന വാക്കാണ് മലയാളത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. For example, ഉദാഹരണത്തിന് Jesus was anointed with the Holy Spirit when he was 30 years old. 30 വയസ്സ് പ്രായമുണ്ടായിരുന്ന സമയത്ത് യേശു ക്രിസ്തു That was for the പരിശുദ്ധാത്മാവിനാൽ gifts of the അഭിഷേകം. Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്ക് വേണ്ടിയാണ്. But when was he filled with the Holy Spirit? എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് എപ്പോഴാണ്? Was he living 30 years without being filled with the Holy Spirit? പരിശുദ്ധാത്മാവിനാൽ നിറയാതെയാണോ 30 വയസ്സ് വരെ ജീവിച്ചത്? He was filled with the Spirit from the time he was born. ജനിച്ച സമയം മുതൽ പരിശുദ്ധാത്മാ നിറവിലാണ്. There was never a time when he was not full of the Holy Spirit. പരിശുദ്ധാത്മാ നിറവില്ലാത്ത ഒരു സമയം പോലും യേശുവിന്റെ But ജീവിതത്തിൽ when he was 30, he was anointed. എന്നാൽ 30 വയസ്സുള്ളപ്പോൾ അവൻ അഭിഷേകം പ്രാപിച്ചു. Then what happened? അപ്പോൾ എന്താണ് Then സംഭവിച്ചത്? he could cast out demons. അപ്പോൾ അവന് അശുദ്ധാത്മാക്കളെ Then he could heal പുറത്താക്കുവാൻ, the sick. രോഗികളെ Then he സൗഖ്യമാക്കുവാൻ, could preach powerfully, ശക്തമായി പ്രസംഗിക്കുവാൻ raise കഴിഞ്ഞു, the dead. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിഞ്ഞു. Ministry. ശുശ്രൂഷ. Anointing is always for ministry. അഭിഷേകം എപ്പോഴും ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. The baptism or fullness of the Spirit is for our life. സ്നാനം അല്ലെങ്കിൽ നിറവ് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ്. Now this may confuse you because you have all the time heard some other thing, some other type of language. നിങ്ങൾ മറ്റൊരു ഭാഷയാണ് എപ്പോഴും കേട്ടിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ I want to encourage you to read the scriptures and try to use scriptural language always. നിങ്ങൾ ദൈവവചനം വായിക്കുകയും എപ്പോഴും ദൈവവചന പ്രകാരമുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. That's what protected me. എന്നെ അതാണ് സൂക്ഷിച്ചത്. So I say we are born of the Spirit. അതുകൊണ്ട് ഞാൻ പറയുന്നു, നാം Spirit of പരിശുദ്ധാത്മാവിനാൽ God comes in. നാം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ We നാം may not വീണ്ടും be ജനനം filled with the പ്രാപിക്കുന്നു. Holy Spirit. ആ സമയത്ത് നാം പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നില്ല. That means we are not immersed in the Holy Spirit. അതിന്റെ അർത്ഥം നാം പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുന്നില്ല. Like you're immersed in water. നിങ്ങൾ വെള്ളത്തിൽ സ്നാനപ്പെടുന്നത്. And what is the reason? അതിന്റെ കാരണം എന്താണ്? It's just like when you're being immersed in water. നിങ്ങൾ വെള്ളത്തിൽ സ്നാനം കഴിക്കുമ്പോൾ, if you resist it, നിങ്ങൾ വെള്ളത്തിൽ സ്നാനം മുക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അതിനെ തടസ്സം നിന്നാൽ, ബലം പിടിച്ചാൽ what will happen? എന്ത് സംഭവിക്കും? Half of your body will go in. നിങ്ങളുടെ പകുതി ശരീരഭാഗം വെള്ളത്തിൽ പോകും. Or your up to your neck will go in. അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്ത് വരെ വെള്ളത്തിൽ മുങ്ങും. You're not baptized. നിങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ല. There are cases like that in our church where tall man, he only went up to his neck. ഞങ്ങളുടെ സഭയിൽ അപ്രകാരമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു, വളരെ ഉയരമുള്ള ആൾ, കഴുത്ത് വരെ മാത്രമേ വെള്ളത്തിൽ മുങ്ങിയുള്ളൂ. I said, this is the most difficult part, please put that under the water. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, അത് തീർച്ചയായും വെള്ളത്തിന് അടിയിൽ പോകണം. നിങ്ങളുടെ This part തല must really go under. Die to your human intelligence. നിങ്ങളുടെ മാനുഷികമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിക്ക്, നിങ്ങളുടെ തലയ്ക്ക് നിങ്ങൾ മരിക്കണം, തല Same വെള്ളത്തിൽ way, താഴ്ത്തുക. when we ask the Holy Spirit, when Christ comes in, he comes into one room. അതുപോലെ നാം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ക്രിസ്തു ഒരു റൂമിലേക്ക് And then കടന്നു വരും. he knocks at the other room. അവിടെ നിന്നുകൊണ്ട് ആത്മാവ് മറ്റേ റൂമിലേക്ക് I'm തട്ടുന്നു. telling you how to be filled with the Holy Spirit. എങ്ങനെയാണ് പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. Your television room. അവിടെയാണ് നിങ്ങളുടെ ടെലിവിഷൻ മുറി. He says, can I come in and control what you watch? അവിടേക്ക് കടന്നു വന്ന് നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് നിയന്ത്രിക്കുവാൻ നിങ്ങൾ എന്നെ സമ്മതിക്കുമോ? Say, no Lord, there are certain things I want to watch, you don't like to watch. So വേണ്ട കർത്താവേ, അങ്ങോട്ട് കയറി വരണ്ട, ഞാൻ അവിടെ കാണുന്ന ചില കാര്യങ്ങൾ അങ്ങേക്ക് ഇഷ്ടമാവുകയില്ല. he won't come in. അവിടെ അവൻ കടന്നു വരികയില്ല. He knocks at your library. Can I look at the books you are reading?
അത് കഴിഞ്ഞ് നിങ്ങളുടെ ലൈബ്രറി എന്ന മുറിയിലേക്ക് അവൻ തട്ടുന്നു. അവിടെ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ എനിക്ക് കാണാമോ? You won't like some of the books I read. വേണ്ട കർത്താവേ, അങ്ങോട്ട് വരണ്ട, ഞാൻ വായിക്കുന്ന ചില So he won't come into that room. അവിടേക്കും കർത്താവ് വരികയില്ല. He says, can I look at your finances room, how you earn your money, നിങ്ങളുടെ സാമ്പത്തിക റൂമിലേക്ക് എനിക്ക് കടന്നു how വരാമോ? you spend it, നിങ്ങൾ എങ്ങനെ പണം സമ്പാദിക്കുന്നു, are എങ്ങനെ you a ചെലവഴിക്കുന്നു? miser or are you generous? നിങ്ങൾ ഒരു പിശുക്കനാണോ അതോ ധാരാളം കൊടുക്കുന്നവനാണോ? Lord, don't come in there because you may discover what a miser I am. കർത്താവേ, അങ്ങ് അവിടേക്ക് കടന്നു വരണ്ട, ഞാൻ എത്ര പിശുക്കനാണെന്ന് അങ്ങ് കണ്ടുപിടിക്കും. So we keep him out. അതുകൊണ്ട് നാം അവനെ പുറത്തു നിർത്തും. There could be many rooms like this. അങ്ങനെയുള്ള പല മുറികൾ ഉണ്ടാവും. Love others, forgive them. മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ You ക്ഷമിക്കുക. there's somebody you have not forgiven. നിങ്ങൾ ക്ഷമിക്കാത്ത ഒരു വ്യക്തി. You can pray for 100 years to be filled with the Holy Spirit. You will not be filled with the Holy Spirit. നിങ്ങൾ ആ 100 വർഷം പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മ നിറവ് ലഭിക്കുകയില്ല. You go before God tonight. ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ and ask him to show you which all rooms in your heart are closed. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏതൊക്കെ മുറികളാണ് അടഞ്ഞു കിടക്കുന്നത് എന്ന് കാണിച്ചു തരുവാൻ നിങ്ങൾ ദൈവത്തോട് പറയുക. അതെല്ലാം നിങ്ങൾ തുറക്കുക. You know, like the sunlight, the Spirit of God will come in. വെളിച്ചം കടന്നു വരുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരും. And when you have power, then you can overcome sin. അങ്ങനെ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പാപത്തെ ജയിക്കുവാൻ കഴിയും. Otherwise you cannot. You'll always be defeated. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുകയില്ല. Okay, another question is, can we be broken before the Lord and still rejoice in the Lord always? ദൈവത്തിന്റെ മുമ്പാകെ തകർക്കപ്പെട്ട ശേഷവും എപ്പോഴും ദൈവത്തിന്റെ മുമ്പാകെ സന്തോഷിക്കുവാൻ കഴിയുമോ? If you are not broken, you will rejoice in the Lord sometimes. നിങ്ങൾ നുറുക്കപ്പെട്ട വ്യക്തിയല്ല എങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ ചിലപ്പോഴൊക്കെ സന്തോഷിക്കും. If you are broken, you will rejoice in the Lord all the time. എന്നാൽ നിങ്ങൾ നുറുക്കപ്പെട്ടവനാണെങ്കിൽ എപ്പോഴും ദൈവത്തിന്റെ മുമ്പാകെ സന്തോഷിക്കും. Because a broken person does not have any complaints against anybody. കാരണം നുറുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് പരാതിയില്ല. If you got a complaint against someone, you are not broken. മറ്റൊരു വ്യക്തിക്കെതിരെ നിങ്ങൾക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും നുറുക്കപ്പെട്ടിട്ടില്ല. If you got a complaint against your parents, നിങ്ങളുടെ മാതാപിതാക്കളോടെതിരെ your wife or your husband, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച്, or your elder brother, അല്ലെങ്കിൽ നിങ്ങളുടെ മൂത്ത സഹോദരനെക്കുറിച്ച്, you may think you are very spiritual, but you are not broken. നിങ്ങൾ വളരെ ആത്മീയനാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്നാൽ നിങ്ങൾ നുറുക്കപ്പെട്ടിട്ടില്ല. And you will not be able to rejoice always. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയില്ല. You won't even be able to sleep properly at night. നിങ്ങൾക്ക് രാത്രി ശരിക്കും ഉറങ്ങാൻ പോലും പറ്റില്ല. Because when you are sleeping, the thoughts of that person you got some bitterness against will come to your mind. നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് കൈപ്പുള്ള ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. Thinking how he is and what you should tell him, etc., etc. അവൻ എന്ത് പറഞ്ഞു, അവരോട് എന്ത് തിരിച്ചു പറയണം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. A broken man doesn't have all that. ഒരു നുറുക്കപ്പെട്ട മനുഷ്യന് ഈ കാര്യങ്ങളൊന്നും He തന്നെ has no complaint against anybody in the world. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയോടും അവൻ ഒരു പരാതിയുമില്ല. And he has no demand on other people. മറ്റുള്ള വ്യക്തികളുടെ മേൽ അവന് ഒരു തരത്തിലുള്ള പ്രതീക്ഷയുമില്ല. You know, there are a lot of people who expect others to respect them. മറ്റുള്ളവർ തങ്ങളെ ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട്. A lot of older people, പല പ്രായമുള്ള ആളുകൾ, they want younger people to respect them. ചെറുപ്പക്കാർ അവരെ ബഹുമാനിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. Then you will never be happy. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് Because ഒരിക്കലും സന്തോഷിക്കാൻ, some young person will not respect you and you will get upset. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ ബഹുമാനിക്കുകയില്ല, നിങ്ങൾ മുറിപ്പെട്ട് പോവുകയും ചെയ്യും. Why am I always happy? എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും സന്തോഷവാനായിരിക്കുന്നത്? I don't expect anybody to respect me. എന്നെ ആരും ബഹുമാനിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. I don't want my wife or children or grandchildren or small children, anyone to respect me. എൻ്റെ ഭാര്യയോ എൻ്റെ കുഞ്ഞുങ്ങളോ എൻ്റെ കൊച്ചുമക്കളോ ആരും തന്നെ എന്നെ ബഹുമാനിക്കണമെന്ന് ഞാൻ I don't ആഗ്രഹിക്കുന്നില്ല. care how they speak to me, അവരെന്നോട് എങ്ങനെ വേണമെങ്കിലും സംസാരിച്ചോട്ടെ, respect or anything else. അവർക്ക് ബഹുമാന പുരസ്സരമോ അല്ലാതെയോ സംസാരിക്കട്ടെ. I will speak to them with respect. എന്നാൽ ഞാൻ അവരോട് ബഹുമാന പുരസ്സരം സംസാരിക്കും. You heard me say this before, ഞാൻ മുമ്പും ഇത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, that we must speak to others with respect even if others don't speak to us with respect. മറ്റുള്ളവർ നമ്മോട് ബഹുമാന പുരസ്സരം സംസാരിച്ചില്ലെങ്കിലും നാം മറ്റുള്ളവരോട് ബഹുമാനത്തോടു കൂടി സംസാരിക്കണം. See, in Kerala, this is bad habit of husbands who call their wives Eddie. കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു തെറ്റായ ശീലമുണ്ട്. ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ വിളിക്കുന്നത് എഡി എന്ന്. That's not respectful. അതൊരു ബഹുമാനത്തോടു കൂടിയുള്ള പ്രയോഗമല്ല. I said that once in a meeting here. ഞാനിവിടെ ഒരിക്കൽ അത് മീറ്റിംഗിൽ പറഞ്ഞു. And one brother said, brother, that is a term of love I speak to my wife. സഹോദര, അത് ഞാൻ എൻ്റെ ഭാര്യയോട് സ്നേഹത്തോടു കൂടെ സംസാരിക്കുന്ന ഒരു വാക്കാണ്, ഒരു ഭാഷയാണ്. So I said, why don't you let her also love you and call you Ada? അപ്പം ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ അവളും താങ്കളെ സ്നേഹിച്ച് എടാ എന്ന് തിരിച്ചു വിളിക്കട്ടെ, അതിനെന്താ കുഴപ്പം? Then he got light. അപ്പോൾ ഉടനെ അദ്ദേഹത്തിന് വെളിച്ചം കിട്ടി. I hope he followed it.
അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വിളി മാറ്റി ഞാൻ ചിന്തിക്കും. I don't even call little children Eda and Eddie. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും എടാ എടി എന്ന് ഞാൻ വിളിക്കാറില്ല. Never. ഒരിക്കലുമില്ല. Mone, mole, much better. മോനെ മോളെ അങ്ങനെ മാത്രം. This disrespectful way of speaking, it's all right among the heathen. Why should it be found among Christians? ജാതികളുടെ ഇടയിൽ ഇപ്രകാരമുള്ള ബഹുമാനമില്ലാത്ത സംസാരം അത് കുഴപ്പമില്ല. എന്നാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ എന്തുകൊണ്ട് ഇപ്രകാരം ബഹുമാനമില്ലാതെ സംസാരിക്കുന്നു? So next time your parents use that language, എന്നാൽ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ മാതാപിതാക്കൾ അപ്രകാരമുള്ള ഭാഷ ഉപയോഗിക്കുമ്പോൾ very respectfully and lovingly go to them. വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി അവരുടെ അടുത്തേക്ക് ചെല്ലുക. Say, Daddy, you remember what Brother Zach said in the meeting? ഡാഡി, അന്നത്തെ മീറ്റിംഗിൽ സാക്ക് ബ്രദർ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? I remember one sister in Tamil Nadu. തമിഴ്നാട്ടിലുള്ള ഒരു സഹോദരിയുടെ കാര്യം ഞാൻ She ഓർക്കുന്നു. herself said this. She herself told me this. സഹോദരി തന്നെ ഇത് പറഞ്ഞു. She says, one day I got angry with my husband. അവൾ പറഞ്ഞു, ഞാൻ ഒരു ദിവസം എൻ്റെ ഭർത്താവിനോട് എനിക്ക് കോപം വന്നു, ദേഷ്യം വന്നു. A little girl came to me എൻ്റെ കൊച്ചു മോൾ എൻ്റെ അടുത്ത് വന്നു and said, Mummy, you remember what Brother Zach said? പറഞ്ഞു, മമ്മി അന്ന് സാക്ക് അങ്കിൾ പറഞ്ഞത് മമ്മി ഓർക്കുന്നില്ലേ? That when you get angry, the devil is sitting on your head. അമ്മയ്ക്ക് കോപം വരുമ്പോൾ പിശാച് അമ്മയുടെ തലയിലായിരിക്കുന്നതെന്നല്ലേ സാക്ക് അങ്കിൾ പറഞ്ഞു. Mother said, that girl prophesied to me, exhorted me. അപ്പോൾ I was അമ്മ പറഞ്ഞു, blessed. ആ മോളുടെ വാക്കുകളിലൂടെ ആ പ്രവചന ശബ്ദത്തിലൂടെ എനിക്ക് ഉത്സാഹവും പ്രബോധനവും ലഭിച്ചു. So we must always speak respectfully to people and never get offended with the way people talk to you. ആളുകൾ നമ്മോട് എപ്രകാരം സംസാരിച്ചാലും മുറിപ്പെടാതെ നാം അവരോട് ബഹുമാനത്തോടു കൂടെ സംസാരിക്കണം. If, for example, somebody promised to do something for you and did not do it. ഉദാഹരണത്തിന് ഒരു വ്യക്തി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ അദ്ദേഹം ചെയ്തില്ല. Praise the Lord. Praise the Lord. All things work together for good. ദൈവത്തിന് സ്തോത്രം, എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. Have you read the story in the Old Testament where Joseph told the Pharaoh's cupbearer, when you get released, please tell Pharaoh, I'm sitting here ഫറവോയുടെ പാനപാത്രവാഹകനോട് താൻ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ താൻ മോചിതനായ ശേഷം അവിടെ ചെല്ലുമ്പോൾ എന്നെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. When you get time, read Genesis 40 and 41. ഉൽപ്പത്തി പുസ്തകം 40-41 അധ്യായങ്ങൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ Read വായിക്കുക. it. Seriously, I'm saying, read it. ഗൗരവത്തോടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ വായിക്കുക. Pharaoh's butler cupbearer forgot about it. ഫറവോന്റെ പാനപാത്രവാഹകൻ അത് മറന്നേ പോയി. Not for 1 or 2 days. ഒന്നോ രണ്ടോ ദിവസമല്ല, for 2 years. 2 വർഷം അദ്ദേഹം മറന്നുപോയി. After 2 years, 2 വർഷങ്ങൾക്ക് ശേഷം, when Joseph was 30 years old, ജോസഫിന് 30 വയസ്സ് he was പ്രായമായപ്പോൾ sitting 2 years in the prison saying, when is this Pharaoh going to send for me? 2 വർഷം അവിടെ കാരാഗൃഹത്തിൽ ഇരിക്കുകയാണ്, എപ്പോഴാണ് ഈ ഫറവോൻ എന്നെ Then വിളിക്കുന്നത്? Pharaoh had a dream. അപ്പോൾ ഫറവോൻ ഒരു സ്വപ്നം. Then the cupbearer said, oh, I remember, I forgot to tell you, there's a man who can interpret dreams. അപ്പോഴാണ് പാനപാത്രവാഹകൻ ഓർത്തത്, ഓ ഞാൻ മറന്നുപോയി, ഇവിടെ കാരാഗൃഹത്തിൽ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. Pharaoh said, bring him here. ഉടനെ ഫറവോൻ പറഞ്ഞു, അവനെ കൊണ്ടുവരിക. Joseph interpreted the dream ജോസഫ് ആ സ്വപ്നത്തിന് വ്യാഖ്യാനം and കൊടുത്തു. became the ruler in Egypt. തുടർന്ന് ഈജിപ്തിലെ റൂളർ, ഭരണാധികാരിയായി. Tell me, you're all clever people. നിങ്ങളൊക്കെ ബുദ്ധിയുള്ള ആളുകളാണല്ലോ, നിങ്ങൾ Tell me the പറയുക, answer to this one. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുക. If Pharaoh's cupbearer had remembered 2 years earlier itself, 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫറവോന്റെ പാനപാത്രവാഹകൻ ജോസഫിനെ കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ what would have happened? എന്ത് സംഭവിക്കുമായിരുന്നു? Pharaoh would have said, oh, release him immediately. ഉടനെ ഫറവോൻ പറയുമായിരുന്നു, അവനെ ഉടനടി കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. Send him back to Canaan to his parents. ഉടനെ അവനെ അവിടെ നിന്ന് കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവനെ കനാനിലേക്ക്, അവന്റെ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് കൊണ്ടുവരിക. അവൻ എന്തിനാണ് ഇവിടെ നരകിക്കുന്നത്? Was that God's plan for his life? എന്നാൽ ജോസഫിനെ സംബന്ധിച്ചോളം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. He was only 28. He had to become 30. അവൻ 28 വയസ്സേ ആയിരുന്നുള്ളൂ, 30 വയസ്സാകണമായിരുന്നു. So when somebody promises to do something for you and completely forgets about it, ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മറന്നു പോകുമ്പോൾ, and remember Joseph and give thanks. നിങ്ങൾ ജോസഫിനെ ഓർക്കുക, ദൈവത്തിന് നന്ദി If you കരയുക. are broken, you can rejoice in the Lord all the time. നിങ്ങൾ നുറുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ദൈവത്തിന് മുമ്പാകെ സന്തോഷിക്കുവാൻ കഴിയും. How do I know whether I've sinned against the Holy Spirit and is there any chance to be forgiven? പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ ക്ഷമിക്കപ്പെടുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? Let me tell you something. The very fact that you ask this question proves
you have not sinned against the Holy Spirit. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ച കാര്യം തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്തിട്ടില്ല എന്നതിന്റെ ഒരു തെളിവാണ്. See, the Holy Spirit is the one who makes us repent. അനുതാപത്തിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. The Holy Spirit is the one who makes us come back to God. ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരികെ വരുവാനായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. So if you have a desire to turn from sin, പാപത്തിൽ നിന്ന് തിരികെ മാറുവാനായിട്ട് ഒരു താല്പര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, that is a clear proof you have not sinned against the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്തിട്ടില്ല Because he is still working in your life. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. I have almost never seen anyone whom I can say has sinned against the Holy Spirit. പരിശുദ്ധാത്മാവിന് വിരോധമായി ഇപ്രകാരം ഈ രീതിയിൽ പാപം ചെയ്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. The only thing I can remotely think of is one person when I was in the Navy. ഒരു ഞാൻ ശരിക്കും ചിന്തിച്ചാൽ ഞാൻ ഓർക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. Who had absolutely no conscience about sin. പാപത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതിരുന്ന ഒരു വ്യക്തി നേവിയിലുണ്ടായിരുന്നു. He could go and commit adultery and joke about it. വ്യഭിചാരം ചെയ്ത ശേഷം അതിനെക്കുറിച്ച് തമാശ പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തി. He was supposed to be a Christian. അവൻ ഒരു ക്രിസ്ത്യാനി എന്ന പേരുണ്ടായിരുന്നു. But otherwise I've never met anyone. അങ്ങനെയല്ലാതെ വേറെ ആരെയും ഞാൻ അപ്രകാരം കണ്ടിട്ടില്ല. There hardly anybody who commits this sin. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു പാപം ചെയ്യുന്ന വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നാം ശ്രദ്ധാലുക്കളായിരിക്കണം. There are two types of sins, sins of action and sins of attitude. രണ്ട് തരത്തിലുള്ള പാപങ്ങളുണ്ട്. പ്രവൃത്തിയിലുള്ള പാപങ്ങൾ, മനോഭാവത്തിലുള്ള പാപങ്ങൾ. Action is telling a lie, hitting somebody, this is action. കളവ് പറയുക, മറ്റുള്ളവന്റെ തലയ്ക്ക് അടിക്കുക, ഇതൊക്കെ പ്രവൃത്തിയാണ്. Attitude is jealousy, മനോഭാവം അസൂയ, pride, നിഗളം, stubbornness. So വഴങ്ങാക്കഴുത്ത്. sin against the Holy Spirit is not a sin of action that you do once and it's over. Sin against the Holy Spirit is not a sin of action. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നതിലല്ല. It's a sin of attitude. അത് മനോഭാവത്തിലുള്ള ഒരു പാപമാണ്. Where you have a certain attitude to the Holy Spirit of resisting. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കുന്നു. It's like if there's a red line in front of you. നിങ്ങളുടെ മുമ്പിൽ ഒരു ചുവന്ന വരയുണ്ട് എന്ന് ചിന്തിക്കുക. And you're resisting the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. For years and years. വർഷങ്ങൾ തുടർമാനമായി നിങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നു. One day you cross the red line. ഒരു ദിവസം നിങ്ങൾ ആ ചുവന്ന വര താണ്ടി അപ്പുറത്ത് പോകുന്നു. How do you know that? അതെങ്ങനെ നിങ്ങൾക്കറിയാം? You will have no more desire to turn from your sin. നിങ്ങളുടെ പാപത്തിൽ നിന്ന് മടങ്ങി വരുവാനുള്ള ആഗ്രഹം അല്പം പോലും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. So if that has not happened to you yet, you have not sinned against the Holy Spirit. നിങ്ങൾക്ക് അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തോളം നിങ്ങൾ ഈ രീതിയിൽ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്തിട്ടില്ല. In Matthew 24:29 it says Jesus will come after the tribulation. മത്തായി 24:23 No, 29. മത്തായി 24:29. Immediately after the tribulation, it says in verse 30, the Son of Man will appear in the sky. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ Verse 30, the Son of Man will appear in the sky. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. After the tribulation. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ. Now, I want to tell you, 95% of believers believe Jesus will come before the tribulation for the church. 95% ആളുകളും കഷ്ടം കഴിയുന്നതിന് മുമ്പ് വരും എന്നാണ് ചിന്തിക്കുന്നത്. All brethren people, എല്ലാ ബ്രദറൻ ആളുകളും, almost all Pentecostal people, മിക്കവാറും പെന്തക്കോസ്ത് ആളുകളെല്ലാം, and all Baptist people, എല്ലാ ബാപ്റ്റിസ്റ്റ് ആളുകളും, a few people like us believe what the Bible says, he'll come after the tribulation. ഈ കഷ്ടത്തിന് ശേഷമാണ് കർത്താവ് വരുന്നതെന്ന് വിശ്വസിക്കുന്നത് നമ്മെ പോലെയുള്ള ചുരുക്കം ആളുകൾ മാത്രമാണ്. That's what the word of God says. എന്നാൽ ദൈവവചനം അപ്രകാരം പറയുന്നു. After the tribulation. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ. After we see the Antichrist come up. അന്തിക്രിസ്തു വന്നതിന് ശേഷം. 2 Thessalonians chapter 2. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം. Brethren, concerning the coming of our Lord Jesus and our gathering together to him. Chapter 2 verse 1. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 1-ാം വാക്യം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും കാണിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, let no one deceive you, verse 3. 3-ാം വാക്യം, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. Because that day will not come until the man of lawlessness is revealed. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. Until the Antichrist is revealed, that day will not come.
അന്തിക്രിസ്തു വെളിപ്പെടുന്ന നാശയോഗ്യൻ വെളിപ്പെടുന്നത് വരെ അത് സംഭവിക്കുകയില്ല. So the question here is, ഇവിടെയുള്ള ചോദ്യം how does it say in 1 Thessalonians 5 verse 2 that the day of the Lord will come as a thief in the night suddenly? എന്നാൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ കള്ളനെ പോലെ പെട്ടെന്ന് കർത്താവിന്റെ നാൾ വരുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? That is because people don't read the Bible carefully. വേദപുസ്തകം ശ്രദ്ധയോടെ ആളുകൾ വായിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ. It says, read carefully 1 Thessalonians 5:2. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 2-ാം വാക്യം The day of the Lord will come like a thief in the night. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു. Verse 4. 4-ാം വാക്യം. But believers, you brethren are not in the darkness, that day should overtake you like a thief. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. He's coming like a thief in the night for those who are in the darkness, unbelievers. അവിശ്വാസികൾ ഇരുട്ടിലിരിക്കുന്നവർക്ക് അത് കള്ളനെ പോലെ വരും. But you are sons of the light. You are not in darkness that he should come like a thief in the night. എന്നാൽ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ വെളിച്ചത്തിലുള്ളവരാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കള്ളൻ എന്ന പോലെ വരികയില്ല. അത് വളരെ വ്യക്തമാണ്. So whenever you read a verse, read what's written afterwards also and you'll get an answer. നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്യം വായിക്കുമ്പോൾ അതിന്റെ ശേഷമുള്ളതും മുമ്പുള്ളതും ഒക്കെ നിങ്ങൾ വായിക്കുക, നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും. So I believe Jesus will come after the tribulation and after the Antichrist is revealed. അതുകൊണ്ട് തന്നെ പീഡനം, ട്രിബുലേഷൻ, മഹോപദ്രവം കഴിഞ്ഞ ശേഷം അന്തിക്രിസ്തുവിന്റെ വെളിപ്പാടിന് ശേഷമാണ് കർത്താവ് വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. People say then people will live carelessly. ആളുകൾ പറയുന്നത് അങ്ങനെ ആളുകളെ പഠിപ്പിച്ചാൽ അവർ ശ്രദ്ധയില്ലാതെ ജീവിക്കുമല്ലോ. Only if you say the Lord will come anytime, people live holy lives. എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ മാത്രമേ ആളുകൾ വിശുദ്ധ ജീവിതം ജീവിക്കുകയുള്ളൂ. I say, okay, let me ask you a question. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. Supposing a girl is engaged to a man who is in a foreign country for a long time. ഒരു വിദേശ രാജ്യത്ത് വർഷങ്ങൾ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടന്നു എന്ന് ചിന്തിക്കുക. Just like we are engaged to Jesus Christ. നാം യേശുക്രിസ്തുവിനോട് വിവാഹ നിശ്ചയം ചെയ്തതുപോലെ. And he says, I'm suddenly going to come one day. You must be ready. അപ്പോൾ അവൻ അവിടെ വിദേശ രാജ്യത്ത് നിന്ന് പറയുന്നു, ഞാൻ ഒരു ദിവസം പെട്ടെന്ന് വരും, നീ ഒരുങ്ങിയിരിക്കണം. So every day she's ready. She doesn't fool around with other men or anything. അവൾ വളരെ ശ്രദ്ധയോടെ മറ്റാരോടും മറ്റ് ആണുങ്ങളോടൊക്കെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നു. If she goes around with another boy, maybe suddenly her fiancé will come. കാരണം അവൻ മറ്റേതെങ്കിലും ഒരു പയ്യന്റെ കൂടെ അവിടെ കളിച്ച് ആ രീതിയിൽ പോയാൽ പെട്ടെന്ന് നീ വിവാഹ നിശ്ചയം ചെയ്ത വ്യക്തി വന്നാലോ? But supposing he writes to her, എന്നാൽ അവൾക്ക് ഇപ്രകാരം എഴുതുന്നു, I'm very busy here, so I can't come for 10 years. Impossible. ഞാൻ ഇവിടെ വളരെ എനിക്ക് തിരക്കാണ്, 10 വർഷം എനിക്ക് വരാൻ കഴിയുകയില്ല. Minimum 10 years. മിനിമം 10 വർഷമെങ്കിലും എടുക്കും, എനിക്ക് വരാൻ പറ്റുകയില്ല. And if this girl says, ഈ പെൺകുട്ടി പറയുകയാണ്, ചിന്തിക്കുക, now I can go around with any boy and enjoy myself. ഇപ്പോൾ എനിക്ക് ഏത് ആൺകുട്ടിയുടെ കൂടെയും പോയി എനിക്ക് സന്തോഷിക്കാമല്ലോ. Tell me, is she a pure bride or a harlot? നിങ്ങൾ പറയുക, ആ പെൺകുട്ടി ഒരു യഥാർത്ഥ മണവാട്ടിയാണോ അതോ ഒരു വേശ്യയാണോ? In fact, if he wants to test her faithfulness, he must say, I will come only after 10 years. അവളുടെ വിശ്വസ്തത അവൻ ശരിക്കും പരീക്ഷിക്കണമെങ്കിൽ 10 വർഷത്തിന് ശേഷം മാത്രമേ ഞാൻ വരികയുള്ളൂ എന്നാണ് അവൻ പറയേണ്ടത്. So, if your devotion to Christ is that he may come anytime, you are not a bride, you are a harlot. എപ്പോൾ വേണമെങ്കിലും അവൻ കർത്താവ് വരും എന്നുള്ള പേടിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു മണവാട്ടിയല്ല, നിങ്ങൾ ഒരു വേശ്യയാണ്. If I know that Jesus is coming after 100 years, I will still live a holy life. 100 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് യേശുക്രിസ്തു വരുന്നതെങ്കിലും ഞാൻ ഒരു വിശുദ്ധ ജീവിതം തന്നെ ജീവിക്കും. Do you know how I look at sin? എങ്ങനെയാണ് ഞാൻ പാപത്തെ കാണുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? Don't be offended with this illustration. ഞാൻ ഈ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു അറപ്പ് തോന്നരുത്. To me, sin is like licking the toilet bowl. കക്കൂസ് നക്കുന്നത് പോലെയാണ് പാപം എന്നെ സംബന്ധിച്ചിടത്തോളം. I don't enjoy it. അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. I don't even want to try it. അത് ശ്രമിക്കുവാൻ പോലും എനിക്ക് താല്പര്യമില്ല. Every sin, എല്ലാ പാപവും, all sinful pleasures, എല്ലാ പാപ സന്തോഷങ്ങളും. Somebody watches pornography on the computer. കമ്പ്യൂട്ടറിൽ അശ്ലീല ചിത്രങ്ങൾ കാണുന്ന ഒരു വ്യക്തി, he's licking the toilet bowl. ആ കക്കൂസ്, വൃത്തിഹീനമായ കക്കൂസ് നക്കുന്നത് പോലെയാണ്. He said, Brother Zach, come, this is really tasty. Brother Zach, താങ്കളും വരിക, ഇത് വളരെ രുചികരമാണ്. I say, no thank you. എനിക്ക് വേണ്ട സഹോദരൻ. Or some other sin. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാപം. Cheating and making money. കള്ളത്തരത്തിലൂടെ പണം സമ്പാദിക്കുക. It's licking the toilet bowl. ആ കക്കൂസ് നക്കുന്നത് പോലെയാണ്. Come on, Brother Zach, you can make some money like this. Brother Zach, താങ്കൾക്കും ഇങ്ങനെ കുറച്ച് പണം സമ്പാദിക്കാം.
You can enjoy that. I don't want that enjoyment. നിങ്ങൾക്ക് ആ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാം, എനിക്കത് വേണ്ട. When you see sin like licking the toilet bowl, you will not sin even in 100 years. കക്കൂസ് നക്കുന്നത് പോലെ പാപത്തെ ഗൗരവമായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെങ്കിൽ 100 വർഷം എടുത്താലും നിങ്ങൾ പാപം ചെയ്യുകയില്ല. You know why you shout at your wife, get angry? Because you don't see it as licking the toilet bowl. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് കോപിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങൾ പാപത്തെ ഇപ്രകാരം കക്കൂസ് നക്കുന്നത് പോലെയുള്ള ഗൗരവമായ പാപമായി കാണുന്നില്ല. Every sin is like licking the toilet bowl. എല്ലാ പാപവും കക്കൂസ് നക്കുന്നത് പോലെയാണ് ഞാൻ കാണുന്നത്. You can do it as much as you like. Don't invite me. I will not come there. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ചെയ്യാം, എന്നെ അങ്ങോട്ട് വിളിക്കല്ലേ, ഞാൻ വരാൻ താല്പര്യമില്ല. I can only tell you it will poison you and kill you. എനിക്ക് നിങ്ങളോട് പറയുവാൻ മാത്രമേ കഴിയൂ. നിങ്ങളെ അത് വിഷമാണ്, അത് നിങ്ങളെ കൊല്ലും. So many people are wondering, why am I spiritually unhealthy? Why am I spiritually unhealthy? പല ആളുകളും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ആത്മീയമായിട്ട് എനിക്ക് ആരോഗ്യമില്ലാത്തത്? Why I have so many spiritual sicknesses? എന്തുകൊണ്ടാണ് എനിക്ക് ആത്മീയമായ പല രോഗങ്ങളുള്ളത്? You go and ask a man who's licking the toilet bowl every day whether he gets sick or not. എല്ലാ ദിവസവും കക്കൂസ് നക്കുന്ന ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന് രോഗം ഉണ്ടാകുമോ എന്ന് പോയി ചോദിച്ചു. Every day he's sick. എല്ലാ ദിവസവും അദ്ദേഹത്തിന് രോഗമാണ്. That is the reason why you have spiritual problems. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആത്മീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. I have simple advice for you. നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു ഉപദേശം ഞാൻ നൽകട്ടെ. Stop licking the toilet bowl. നിങ്ങൾ കക്കൂസ് നക്കുന്നത് നിർത്തുക. And if you want somebody to pull you back because you've got a great desire to go to that toilet bowl, ആ കക്കൂസ് നക്കാനായിട്ട് പോകുവാനായിട്ട് നിങ്ങൾക്കൊരു വലിയ ത്വരയുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ പിടിച്ചു മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ the Holy Spirit, പരിശുദ്ധാത്മാവിനോട് പറയുക, whenever I'm going towards that, pull me back, Lord. അങ്ങോട്ട് ഞാൻ പോകുമ്പോൾ എന്നെ പുറകോട്ട് വലിക്കണമേ കർത്താവേ. Yeah, then you can overcome sin. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ കാര്യങ്ങളെ കാണുന്നെങ്കിൽ നിങ്ങൾ പാപത്തെ ജയിക്കും. It doesn't matter if the Lord's coming after 100 years or tomorrow. കർത്താവ് നാളെ വന്നാലും 100 വർഷത്തിന് ശേഷം വന്നാലും അത് ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. What about divorce? വിവാഹ മോചനത്തെക്കുറിച്ച് എന്തു പറയും? It said, Jesus said in Matthew 19, മത്തായി 19 അധ്യായം 9, if you divorce a wife except for immorality and marry another, it's adultery. അവിടെ പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നത് വ്യഭിചാരം ചെയ്യും. Now the question is, does God allow a man to divorce his wife if she has committed adultery? ചോദ്യം ഇതാണ്, ഒരു ഭാര്യ വ്യഭിചാരം ചെയ്താൽ ആ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ ഭർത്താവിനെ ദൈവം അനുവദിക്കുന്നുവോ? Read the verse carefully. നിങ്ങൾ ഈ വാക്യം കൃത്യതയോടുകൂടെ വായിക്കുക. He did not say if your wife commits immorality you must divorce her. നിങ്ങളുടെ ഭാര്യ വ്യഭിചാരം അല്ലെങ്കിൽ ചെയ്താൽ അവളെ ഉപേക്ഷിക്കണം എന്നല്ല ആ വാക്യം പറയുന്നത്. He never said if your wife commits immorality divorce her and marry another woman. No, that's not what he said. നിങ്ങളുടെ ഭാര്യ ഇപ്രകാരം പരസംഗം ചെയ്താൽ അവളെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം ചെയ്യണം എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. If you divorce a woman except for immorality and marry another, you commit adultery. ഇവിടെ പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. It is not a command. ഇതൊരു കൽപ്പനയല്ല, it's a permission. ഇതൊരു സമ്മതമാണ്. You know, sometimes we have the habit of taking a permission, making it a command. ഒരു സമ്മതത്തെ എടുത്ത് ഒരു കൽപ്പനയാക്കുന്ന ശീലം നമുക്കുണ്ട്. In the Old Testament, പഴയ നിയമ കാലഘട്ടത്തിൽ God said to Moses, ദൈവം മോശയോട് പറഞ്ഞു, that a person can, if he wants, divorce his wife and marry another, then he must give a certificate. ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ച് വിവാഹമോചനം നടത്തി ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത്. It was not a command, it was a permission. അതൊരു കൽപ്പനയായിരുന്നു. Deuteronomy 24. ആവർത്തനം 24 അധ്യായം. But here in verse 7, ഇവിടെ 7 വാക്യത്തിൽ the Pharisees twisted it. പരീശന്മാർ അതിനെ കോട്ടിക്കളഞ്ഞു. Why did Moses command put her away? അവളെ ഉപേക്ഷിക്കുവാൻ മോശെ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. Jesus said Moses didn't command, he permitted it, verse 8. അപ്പോൾ 8 വാക്യത്തിൽ കർത്താവ് പറയുന്നത് മോശെ അങ്ങനെ കൽപ്പിച്ചില്ല. They made it a command, but Jesus said it's only a permission. അവർ പറഞ്ഞത് കൽപ്പന എന്നാണ്. യേശു പറഞ്ഞു മോശ കൽപ്പിച്ചതല്ല, മോശ അനുവദിക്കുകയാണ് ചെയ്തത്. And that is because of the hardness of your heart. അത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം. So in verse 9 also it is a permission. അതുകൊണ്ട് 9 വാക്യത്തിലും അത് ഒരു അനുവാദം മാത്രമാണ്, not a command. അതൊരു കൽപ്പനയല്ല. So how should a Christian behave? അങ്ങനെയെങ്കിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് പെരുമാറേണ്ടത്? I would say, ഞാൻ പറയട്ടെ, forgive. നിങ്ങൾ ക്ഷമിക്കുക and retain the marriage.
നിങ്ങൾ ക്ഷമിച്ച് നിങ്ങളുടെ വിവാഹത്തെ ഒന്നിച്ച് at കൊണ്ടുപോകും. least for the sake of your children, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും അങ്ങനെ ചെയ്യുക. that they don't get a stepfather or a stepmother who makes life miserable for them. അവരുടെ ജീവിതത്തിന് വീണ്ടും പ്രയാസമുണ്ടാക്കുമാറ് ഒരു സ്റ്റെപ്പ് ഫാദറോ സ്റ്റെപ്പ് മദറോ രണ്ടാനച്ഛനോ രണ്ടാനമ്മയോ ഉണ്ടാകുന്നത് നിങ്ങൾ അനുവദിക്കാതിരിക്കുക. Don't think of yourself there നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ and ചിന്തിക്കാതിരിക്കുക. your dignity. നിങ്ങളുടെ മാന്യത മാത്രം നിങ്ങൾ Think of ചിന്തിക്കാതിരിക്കുക. your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. And if your wife repeatedly lives like that, നിങ്ങളുടെ ഭാര്യ തുടർമാനമായിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത്, then seek the counsel of your elders in your church നിങ്ങളുടെ സഭയിലുള്ള മൂപ്പന്മാരുടെ ആലോചന നിങ്ങൾ എടുക്കുക. and ask their advice what you should do next. നിങ്ങൾ എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് അവരോട് നിങ്ങൾ ആലോചന ചോദിക്കുക. I would still say don't divorce if you want to live separately. ഞാൻ വീണ്ടും ഞാൻ പറയട്ടെ, നിങ്ങൾ മോചനം ചെയ്യുകയല്ല വേണ്ടത്, നിങ്ങൾ Lives in separate houses. നിങ്ങൾ മാറി താമസിക്കുക. And here's the other question: if a husband has an illegal relationship with other women, what should a wife do? ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ടെങ്കിൽ ഭാര്യ എന്ത് ചെയ്യണം? You know, unfortunately, this is becoming more and more common nowadays. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇത് ഇപ്രകാരമുള്ള ബന്ധങ്ങൾ കൂടി വരുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. Because a lot of people watch the cinemas and television. അനേക ആളുകളും സിനിമകളും ടെലിവിഷനും ഒക്കെ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. It's very difficult to give advice in such situations because some situations are more serious than others. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപദേശം കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ സാഹചര്യവും വ്യത്യസ്തമാണ്. ചിലത് വളരെ ഗൗരവമുള്ള സാഹചര്യങ്ങളാണ്. One thing I know, God says in Malachi chapter 2, I hate divorce. മലാഖി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവം വ്യക്തമായി പറഞ്ഞു, വിവാഹമോചനം ഞാൻ വെറുക്കുന്നു. And if God says I hate divorce, Malachi 2:16, മലാഖി 2:14 നാം അപ്രകാരം ദൈവം He പറയുന്നുവെങ്കിൽ hasn't changed His mind. ദൈവം തൻ്റെ മനസ്സ് ദൈവം മാറ്റിയിട്ടില്ല. So He always is trying to keep married people together. അതുകൊണ്ട് തന്നെ വിവാഹിതരായ ആളുകളെ ഒന്നിച്ചു കൊണ്ടുപോകുവാനാണ് ദൈവം ശ്രമിക്കുന്നത്. So I also try to do that. ഞാനും അത് തന്നെയാണ് ചെയ്യുവാൻ ശ്രമിക്കാറുള്ളത്. But you know, very often when a person has a complaint against his wife or husband, എന്നാൽ ഒരു വ്യക്തിക്ക് തൻ്റെ ഭർത്താവിനെതിരെയോ ഭാര്യയ്ക്കെതിരെയോ ഒരു പരാതി ഉണ്ടെങ്കിൽ, so many people write emails to me like this: what should I do? ഇങ്ങനെ പല ആളുകൾ എനിക്ക് ഇമെയിൽ എഴുതാറുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? And always I say, in our church we never give advice on email or letter what to do. എന്ത് ചെയ്യണം എന്നുള്ള ഉപദേശം ഇമെയിലിലോ ലെറ്ററിലോ ഇങ്ങനെയുള്ള വിവാഹമോചനത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ആളുകൾക്ക് കൊടുക്കാറില്ല. Because we need to speak to both sides. കാരണം രണ്ട് കൂട്ടരോട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. One person may say something and the other person may say something else. ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയും, മറ്റേ വ്യക്തി മറ്റൊരു കാര്യം പറയും. So the person must be there and I must ask both of them separately and together. രണ്ടുപേരോടും സെപ്പറേറ്റായും തനിത്തനിയായും ഒന്നിച്ചും ചോദിക്കേണ്ടിയിരിക്കുന്നു. And I say I don't have time to do that for everybody in the world. ഈ ലോകത്തിലുള്ള എല്ലാവരോടും അപ്രകാരം സംസാരിക്കാൻ എനിക്ക് So I സമയമില്ല. can only do it for people who are in our church. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയിലുള്ള ആളുകളുടെ കാര്യത്തിൽ മാത്രം ഇടപെടാൻ എനിക്ക് So I താല്പര്യമുള്ളൂ. say we never give advice on divorce matters to people who are not in our church. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയിൽ ഇല്ലാത്ത ആളുകൾക്ക് വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഉപദേശം കൊടുക്കുകയില്ല എന്നാണ് In എൻ്റെ തീരുമാനം. 41 years we have never had a case of divorce in any of our churches. ഞങ്ങളുടെ സഭകളിൽ കഴിഞ്ഞ 41 വർഷത്തെ ചരിത്രത്തിൽ ഈ രീതിയിലുള്ള ഒരു വിവാഹമോചനം ഉണ്ടായിട്ടുമില്ല. No married person has come to our church and divorced. നമ്മുടെ സഭയിൽ വന്ന ശേഷം ഒരു വിവാഹിതനായ വ്യക്തിയും വിവാഹമോചനം നടത്തിയിട്ടില്ല. And nobody who married in our church has ever divorced either. നമ്മുടെ സഭയിൽ വിവാഹം നടത്തിയ ആ ഒരു വ്യക്തിയും വിവാഹമോചനത്തിലേക്ക് പോയിട്ടുമില്ല. But if such a situation arises, I'll counsel both of them and advise. എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ രണ്ടുപേരോടും സംസാരിച്ച ശേഷം അതിന് ഞാൻ ഉപദേശിക്കും. I will never give advice by email. എന്നാൽ ഞാൻ ഇമെയിലിലൂടെ ഉപദേശം കൊടുക്കുകയില്ല. What is the meaning of meekness? സൗമ്യത, സാവധാനത എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? It's a very difficult word to define. അത് നിർവചിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. Some people define it as gentleness. ചില ആളുകൾ അതിനെ നിർവചിക്കുന്നത് സൗമ്യത എന്നാണ്. There are two different words in English. But I think part of a meek person would be one who will not react to evil that people do against him.
തനിക്കെതിരെ ആളുകൾ തിന്മ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്ന വ്യക്തി സൗമ്യനാണ് എന്ന് നമുക്ക് പറയാം. They spat on Jesus' face and he did not react. That is meekness. അവർ യേശുവിന്റെ മുഖത്ത് തുപ്പി, യേശു പ്രതികരിച്ചില്ല. അത് സൗമ്യതയാണ്. People treat you badly and you just ignore it and forgive them. ആളുകൾ നിങ്ങളെ തെറ്റായ രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നു, നിങ്ങൾ അത് അവഗണിച്ച് അവരോട് നന്മയായി പെരുമാറുന്നു. That is one part of meekness. സൗമ്യതയുടെ ഒരു വശം അതാണ്. And it says in Matthew chapter 5, മത്തായി 5-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, blessed are the meek or the gentle, verse 5, for they shall inherit the earth. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. So from that I understand അതിൽ നിന്ന് ഞാൻ that മനസ്സിലാക്കുന്നത് the people who are not gentle സൗമ്യതയില്ലാത്ത ആളുകൾ, other people are trying to grab everything on earth for themselves. അവർ ഭൂമിയിലുള്ളതെല്ലാം തങ്ങൾക്ക് വേണ്ടി സ്വായത്തമാക്കുവാനുള്ള ഓട്ടത്തിലാണ്. So the meek people are the people who don't fight for it. സൗമ്യതയുള്ള ആളുകൾ ഇതിനു വേണ്ടി പോരാടാത്ത ആളുകളാണ്. Okay, you want to fight for it, you take it. നിങ്ങൾക്കത് വേണോ? ഞാൻ പോരാടാനില്ല, നിങ്ങൾക്ക് എടുത്തുകൊള്ളാം. You know, that was one good quality Isaac had. ഇസഹാക്കിനുണ്ടായിരുന്ന ഒരു നല്ല ഗുണം അതായിരുന്നു. The Philistines dug the wells that his father had. തന്റെ പിതാവിനുണ്ടായിരുന്ന കിണറുകൾ ഫിലിസ്തീർ അത് എടുത്തു, അവരത് No, കുഴിച്ചു. Philistines had filled it up. Isaac opened it up again. ഫിലിസ്തീർ അത് മൂടിയ ആ കിണറുകളെ ഇസഹാക്ക് അത് വീണ്ടും കുഴിച്ചു. And the Philistines said, this is ours. ഫിലിസ്തീർ അത് വീണ്ടും ഞങ്ങളുടേതാണെന്ന് He said, പറഞ്ഞു. okay, take it. അവർ പറഞ്ഞു, എടുത്തോളൂ. He dug another well. വീണ്ടും ഒരു കിണർ കുഴിച്ചു. The Philistines said, it is ours. ഫിലിസ്തീർ പറഞ്ഞു, അത് ഞങ്ങളുടേതാണ്. He said, take it. എടുത്തുകൊള്ളാൻ That is meekness. അത് Then സൗമ്യതയാണ്. he dug another well. വീണ്ടും ഒരു കിണർ കുഴിച്ചു. And for that the Philistines did not fight. ആ കിണറിന് വേണ്ടി ഫിലിസ്തീർ പോരാടിയില്ല. And then he named that well Rehoboth. ആ കിണറിന് രഹബോത്ത് എന്ന പേരാണ് ഇസഹാക്ക് കൊടുത്തത്. Genesis 26. ഉൽപ്പത്തി 26. You read that story in verse 18 to 22. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ആ കഥ It's a very good story. All you young people should read. ചെറുപ്പക്കാരെല്ലാവരും ആ കഥ വായിക്കണം. അത് നല്ലൊരു കഥയാണ്. And so the last time they didn't fight, so he called it, the Lord has made room for us. അവര് അവസാനത്തെ പ്രാവശ്യം പോരാടാഞ്ഞത് കൊണ്ട് ദൈവം നമുക്ക് ഇവിടെ സ്ഥലം തന്നു And എന്ന് the പറഞ്ഞു. Lord appeared to him, verse 24. 24-ാം വാക്യത്തിൽ ദൈവം അവന് വെളിപ്പെട്ടു. The Lord will appear to you when he sees that you behave like this. നിങ്ങൾ ഇപ്രകാരം പെരുമാറുമ്പോൾ ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷനാകും. And then later in verse 26, 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതിനെ തുടർന്ന് Abimelech and his advisor Ahuzat, Phicol, came to Isaac. അബിമലേക്കും അവന്റെ അഡ്വൈസർ Phicol, the commander of his army, verse 26. 26 Genesis 26. Okay. അനന്തരം അബിമലേക്കും സ്നേഹിതനായ അസൂഹത്തും അവന്റെ അടുക്കിലേക്ക് ചെന്നു. സേനാധിപതിയായ These are the people who fought for the well. ഇവരൊക്കെ കിണറിന് വേണ്ടി പോരാടിയവരാണ്. You know what they're saying now? ഇപ്പോൾ അവരെന്താണ് പറയുന്നതെന്ന് Isaac അറിയാമോ? said, why have you come here? You trouble me so much. നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുക്കൽ വരുന്നത്? നിങ്ങൾ എന്നെ ദ്വേഷിച്ച് ഇങ്ങനെ അയച്ചല്ലോ. Verse 28, we have seen that the Lord is with you. യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ What a സ്പഷ്ടമായി കണ്ടു. testimony when you are meek. നിങ്ങൾ സൗമ്യനായിരിക്കുമ്പോൾ എന്ത് നല്ല സാക്ഷ്യമാണ്. Blessed are the meek, they will inherit the earth. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. In the book of Revelation we see the saints' good works. വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ നാം The good works of the saints in Revelation 19, the bride is clothed with the righteous acts of the saints. ഭക്തന്മാരുടെ വിശുദ്ധന്മാരുടെ നല്ല പ്രവൃത്തികളെ കൊണ്ട് മണവാട്ടി അലങ്കരിക്കപ്പെട്ടത് നാം അവിടെ കാണും. What is this? അതെന്താണ്? See, we are clothed with the righteousness of Christ. That is a gift God gives to everybody when they are born again. വീണ്ടും ജനിക്കണം പ്രാപിച്ച് എല്ലാവർക്കും ദൈവം നൽകുന്ന ഒരു വരമാണ് നാം നീതിയുടെ അങ്കിയാൽ ഉടുക്കപ്പെടും. In our daily life, as we deny ourselves and take up the cross every day, എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ തന്നെ സ്വയം ത്യജിച്ച് നിഷേധിച്ച് നമ്മുടെ കുരിശെടുത്ത് അവനെ അനുഗമിക്കുമ്പോൾ we do good. നാം നന്മ ചെയ്യുന്നു. That becomes the good action, which becomes our dress in the final day. നമ്മുടെ അവസാന നാളിൽ ആ നല്ല പ്രവൃത്തികൾ നമ്മുടെ ഒരു വസ്ത്രമായി മാറുന്നു. Matthew 19 verse 8. മത്തായി 19:8. Because truly godly people will practice godly actions. യഥാർത്ഥത്തിൽ
വിശുദ്ധരായ ദൈവഭക്തരായ ആളുകൾ അവര് ദൈവഭക്തിയുള്ള They won't just പ്രവർത്തനങ്ങളും say, അവരുടെ I'm ജീവിതത്തിലുണ്ട്. clothed with the righteousness of Christ. ക്രിസ്തുവിന്റെ നീതി എനിക്ക് ഉണ്ട് എന്ന് മാത്രം പറയുകയല്ല അവർ The ചെയ്യുന്നത്. Bible says faith without works is dead. It's useless. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ് എന്ന് So യാക്കോബ് if ലേഖനം they are really clothed with the righteousness of Christ, ക്രിസ്തുവിൻ Their righteousness will come forth in their actions and words. ക്രിസ്തുവിന്റെ നീതി നിങ്ങൾ ധരിപ്പിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നീതിയുള്ള പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരും. If those actions and words are not there, then you have to ask yourself whether you're really born again. അങ്ങനെയുള്ള നീതിയുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്തു വരുന്നില്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. If we are told to be satisfied with what we have as a teaching, then how can you justify believers taking loans from banks? നമുക്ക് ഉള്ളത് വെച്ച് നാം തൃപ്തരായിരിക്കണം എന്നാണല്ലോ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾ എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക? See, for example, if a man wants to build a house, ഒരു മനുഷ്യൻ ഒരു വീട് ഉണ്ടാക്കണമെന്നിരിക്കട്ടെ. some people are very wealthy, they've inherited money from their parents, they can build a house easily. ചില ആളുകൾ വളരെ ധനവന്മാരാണ്, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് സമ്പത്ത് ലഭിച്ചിട്ടുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു But some വീട് people പണിയുവാൻ are poor, they can also build a house. ചില ആളുകൾ അവർ പാവപ്പെട്ടവരാണ്, അവർക്ക് വീട് ആ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. They take a loan from the bank, അതുകൊണ്ട് അവർ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. and this house is mortgaged to the bank. ഈ വീട് ബാങ്കിന് പണയമാണ്. So that's not a loan. അതുകൊണ്ട് അത് ലോൺ അല്ല. See, if you take a balance, weighing balance, നിങ്ങളൊരു ത്രാസ് എടുക്കുക. here is the money taken from the bank one side. ബാങ്കിൽ നിന്ന് നിങ്ങൾ എടുത്ത പണം ഒരു വശത്ത് വെക്കുന്നു. Here is the house. നിങ്ങളുടെ വീട് മറ്റേ തട്ടിൽ. It's equal. അത് രണ്ടും സമമാണ്. There's no loan. അവിടെ ലോൺ ഇല്ല. Or you take a loan for a car. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാഹനത്തിന്, കാറിന് വേണ്ടി Car is here, the loan is there. കാർ ഇവിടെയുണ്ട്, ലോൺ There's ഇവിടെ. no loan because if you die and you can't pay the loan, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ കഴിയുന്നില്ല എങ്കിൽ the bank will take the house. There's no loan. There's no debt. ബാങ്ക് അവിടെ നിന്ന് നിങ്ങളുടെ വീട് എടുത്തുകൊണ്ട് പോകും, അവിടെ കടമില്ല. Or if your car is insured, the insurance pays the bank. There's no debt. നിങ്ങളുടെ കാറിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവിടെ കടമില്ല, ഇൻഷുറൻസ് കമ്പനി അത് പേ ചെയ്യും. A debt is where you take money to go on a holiday or buy things and you don't have any money to replace it. That's a debt. എന്നാൽ കടം എന്ന് പറയുന്നത് നിങ്ങൾ കടം വാങ്ങി നിങ്ങൾ ഒരു യാത്രയ്ക്ക് സവാരിക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കൂട്ടുന്നു, പക്ഷെ നിങ്ങൾക്ക് അത് തിരിച്ചു കൊടുക്കുവാൻ പറ്റുന്നില്ല. What is more risky is when you take a business loan. പ്രത്യേകിച്ചും കൂടുതൽ അപകടകരം ഒരു ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ പണം കടമെടുക്കുന്നതാണ്. There a person feels I've got enough profit coming from this business, I can pay the loan very quickly. എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ കടം വീട്ടുവാൻ കഴിയുമെന്ന് പറഞ്ഞ് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി പണം കടമെടുക്കും. To be more careful there. I've never been in business, so I cannot talk about that. എനിക്ക് ആ രീതിയിലുള്ള ബിസിനസ് ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ കഴിയില്ല. നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. Okay, what is the reason for mental problems among believers and in the family of believers who are committed Christians? ദൈവഭക്തരായ ആളുകളുടെ കുടുംബങ്ങളിലും മാനസിക രോഗങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? I don't know the full answer to that. അതിന്റെ മുഴുവൻ ഉത്തരവും എനിക്ക് അറിയില്ല. Because we live in a world under the curse. നാം ശാപത്തിന്റെ കീഴിലുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. Our body is from this dust. ഈ പൊടിയിൽ നിന്നാണ് നമ്മുടെ ശരീരം. Man is not cursed. മനുഷ്യനെ ദൈവം ശപിച്ചിട്ടില്ല. God never cursed Adam. ദൈവം ആദാമിനെ ശപിച്ചിട്ടില്ല. The first person he cursed was Cain. That was for killing his brother. തന്റെ സ്വന്തം സഹോദരനെ കൊന്നതുകൊണ്ട് കയീനെയാണ് ദൈവം ആദ്യമായി ശപിച്ചത്. You read that in ശപിച്ചത്. Genesis 4. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ അത് നാം വായിക്കുന്നു. Adam, when Adam sinned, God cursed the earth. ആദം പാപം ചെയ്തതുകൊണ്ട് ഭൂമിയെയാണ് അവൻ ശപിച്ചത്. So, because we are made from this dust of this earth, എന്നാൽ ഭൂമിയിലെ ഈ പൊടി കൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്നതിനാൽ തന്നെ that's why we get sick. അതുകൊണ്ടാണ് നമുക്ക് രോഗമുണ്ടാകുന്നത്. And that's why we die. അതുകൊണ്ടാണ് നാം മരിക്കുന്നത്. So nobody can say Jesus will heal everybody because then nobody will die. യേശുക്രിസ്തു എല്ലാവരെയും സൗഖ്യമാക്കും എന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. എല്ലാവരെയും ആ രീതിയിൽ ദൈവം യേശുക്രിസ്തു സൗഖ്യമാക്കുമെങ്കിൽ ആരും മരിക്കുകയില്ലല്ലോ. But sickness and death are the result of the curse on the earth from which our body has come. എന്നാൽ ഈ ഭൂമിയിൽ നിന്നും നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിൽ നിന്നാണ് ശാപവും രോഗവും കടന്നു വന്നത്. One day when we get a new body, we'll never be sick. നമുക്ക് ഒരു പുതിയ ശരീരം ലഭിക്കുമ്പോൾ നാം ഒരിക്കലും പിന്നീട് നമുക്ക് രോഗമുണ്ടാവുകയില്ല. Because that curse would have been lifted that time. ആ സമയത്ത് ആ ശാപം നമ്മെ വിട്ട് നീങ്ങിപ്പോകും. So there are many sicknesses, physical and mental, that come. It's partly because of the curse on the ground. ഈ ഭൂമിയിലുള്ള ശാപം നിമിത്തമാണ് അപ്രകാരം ചില
ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ ഉണ്ടാകും. Even a lot of mental problems are due to chemicals lacking in the blood, etc. പല മാനസികമായ അസുഖങ്ങളും നമ്മുടെ രക്തത്തിലുള്ള കെമിക്കൽസിന്റെ അസന്തുലിത അവസ്ഥ കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകും. The doctor will give those chemicals and the person becomes normal for a while. ഡോക്ടർ അങ്ങനെയുള്ള വ്യക്തിക്ക് ആ കെമിക്കൽ മരുന്നായിട്ട് നൽകുന്നു. ആ വ്യക്തി സാധാരണ രീതിയിൽ അദ്ദേഹത്തിന് chemical cannot go into his mind. കെമിക്കൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പോകുവാൻ nothing can go into your mind. നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും കടത്തിവിടാൻ. chemical is only going into your blood, that medicine. ആ മരുന്ന്, ആ കെമിക്കൽ നിങ്ങളുടെ രക്തത്തിൽ മാത്രമേ പോകുന്നുള്ളൂ. But because it goes into the blood and goes into his system, he begins to behave normally. എന്നാൽ അത് തങ്ങളുടെ രക്തത്തിലേക്ക്, തങ്ങളുടെ ശരീരഭാഗങ്ങളിലേക്ക് അത് പോകുന്നത് it's really a physical problem. അവൻ ശരിയായ രീതിയിൽ പെരുമാറുന്നു. അത് ശാരീരികമായ ഒരു പ്രശ്നം തന്നെയാണ്. And he has to take it all his life. He's perfectly normal all his life. അവൻ തുടർമാനമായി തന്റെ ജീവിതകാലം ആ രീതിയിൽ മരുന്ന് കഴിക്കണം. അവൻ പൂർണ്ണമായും കുഴപ്പമില്ലാത്തവനായി ജീവിക്കും. Extreme cases, I don't know the answer to all that. ചില വളരെ ബുദ്ധിമുട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. One thing I know, എനിക്കറിയാം. if a person has given his life to Christ, God can help him to overcome any problem. If a person has given his life to Christ, ഒരു വ്യക്തി തന്റെ ജീവിതം ക്രിസ്തുവിനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് ഏത് പ്രശ്നത്തെയും അവനെ മേൽക്കൊള്ളുവാൻ കഴിയും. Another question is organ donation right? ഈ അവയവദാനം ശരിയാണോ? The best way to ask it is this. അത് ചോദിക്കുന്നതിന്റെ ഏറ്റവും നല്ല രീതി ഇതാണ്. Supposing your son is 20 years old. നിങ്ങളുടെ മകന് 20 വയസ്സുണ്ട് എന്ന് ചിന്തിക്കുക. You are 60 years old. നിങ്ങൾക്ക് 60 വയസ്സ്. And your kidney can help him live. നിങ്ങളുടെ കിഡ്നി കൊടുത്താൽ അവൻ ജീവിക്കും, അവനെ സഹായിക്കും. Will you give it or not? നിങ്ങൾ കൊടുക്കുമോ ഇല്ലയോ? I would give it. ഞാൻ കൊടുക്കും. I have no problem with that. എനിക്ക് കൊടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. I don't think there's anything wrong. അതുകൊണ്ട് അതിന് കുഴപ്പമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. To give it after I die, it's even still easier. മരിച്ച ശേഷം കൊടുക്കുന്നത് അത് അതിലും എളുപ്പമാണ്. Okay, another question is, God has led me supernaturally thus far and taken care of all my needs. എന്നെ ദൈവം ഇതുവരെ വളരെ ആത്മീയ രീതിയിൽ എന്നെ നയിക്കുകയും എൻ്റെ ആവശ്യങ്ങളൊക്കെ ദൈവം നടത്തി തരികയും ചെയ്തിട്ടുണ്ട്. I don't take medicines and I trust God for everything. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ മരുന്നെടുക്കാറില്ല. That proves that you are below 70 years old, definitely. അതിന്റെ അർത്ഥം നിങ്ങൾ 70 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയാണ്. A lot of people boast like that till they are 70 years old. അവർക്ക് 70 വയസ്സ് വരെ അവരങ്ങനെ. I guarantee you will change your mind when you cross 70. Okay. നിങ്ങൾക്ക് 70 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ചിന്താഗതി നിങ്ങൾ മാറ്റുമെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. If you are more than 70 years old and you live like this, I'd like to meet you. നിങ്ങൾ 70 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയാണ്, ഇപ്രകാരം നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് കാണാൻ എനിക്ക് താല്പര്യം. Don't be fooled by all these young pastors who say I've trusted God without medicine and all that. ഞാൻ മരുന്നില്ലാതെ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ചെറുപ്പക്കാരായ പാസ്റ്റർമാരെ നിങ്ങൾ വിശ്വസിക്കരുത്. Brothers in the church don't understand me. സഭയിലുള്ള സഹോദരന്മാർക്ക് പോലും എന്നെ മനസ്സിലാകുന്നില്ല. Keep your faith, brother. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സൂക്ഷിക്കുക സഹോദരൻ. Don't thrust it on other people. അത് മറ്റുള്ളവരുടെ മേൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. Because it says in Romans 14, റോമാലേഖനം 14-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, verse 22, 22-ാം വാക്യം, the faith which you have is your own conviction before God. നിങ്ങൾക്ക് ദൈവത്തിന് മുമ്പാകെയുള്ള നിങ്ങളുടെ ബോധ്യം, keep it, but don't thrust it on other people. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വെക്കുക, അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. I don't believe it is faith. അത് വിശ്വാസമാണ് എന്ന് ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുന്നില്ല. You were born with a healthy body from your parents. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾ ആരോഗ്യമുള്ള ഒരു you got some healthy genes. നിങ്ങൾക്ക് ആരോഗ്യമുള്ള. Not everybody is as lucky as you. എല്ലാവരും നിങ്ങളെ പോലെ ഭാഗ്യവാന്മാരല്ല. And your constitution has been good. Your parents fed you with good food when you were small. നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകി. You maintained a good diet. നിങ്ങൾ ഒരു നല്ല ഭക്ഷണം കഴിക്കുന്നു. And you're rich enough to take care of these things. ഈ കാര്യങ്ങളൊക്കെ നോക്കുവാൻ നിങ്ങൾക്ക് സമ്പത്തുണ്ട്. And therefore, അതുകൊണ്ട് you can live without medicines. നിങ്ങൾക്ക് മരുന്നില്ലാതെ ജീവിക്കാം. I think I lived without medicines till I was 60. 60 വയസ്സ് വരെ ഞാൻ മരുന്നില്ലാതെയാണ് ഞാൻ ജീവിച്ചത്. No blood pressure, no diabetes, no nothing. എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നില്ല, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നില്ല, And if I were living at home, ഞാൻ വീട്ടിലായിരുന്നു, never traveling, ഒരിക്കലും യാത്ര ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ, and the diet that my wife and I eat very very simple, mostly vegetarian. ഞങ്ങളുടെ ഭാര്യയും ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മിക്കവാറും വെജിറ്റേറിയൻ. Even today at 76 I could be healthy without any tablets. ആരോഗ്യമുള്ള
ശരീരം എനിക്കുണ്ടായിരുന്നു. ഇന്നും ആ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ because I travel and people feed me with all types of rich food. എന്നാൽ ഞാൻ യാത്ര ചെയ്യുന്നത് കൊണ്ടും ആളുകൾ എനിക്ക് പലതരത്തിലുള്ള ഈ തരത്തിലുള്ള ഭക്ഷണം നൽകുന്നത് കൊണ്ടും എനിക്ക് ഇപ്പോൾ മരുന്നെടുക്കേണ്ടി വരും. I cannot avoid it. എനിക്ക് മരുന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ല. I am compelled to take medicine. ഞാൻ അപ്രകാരം മരുന്ന് എടുക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നു. Timotheus. God told Timothy, Paul told Timothy, the Holy Spirit told Timothy through Paul. 1 Timothy 4, 1 Timothy 5, 1 Timotheus 5 അധ്യായം 23. Take a little wine, a medicine, for the sake of your stomach and your frequent sicknesses. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക. Dear brother, whoever asked this question, is your faith greater than Paul's? ഈ ചോദ്യം ചോദിച്ച സഹോദര, നിങ്ങളുടെ വിശ്വാസം പൗലോസിന്റെ വിശ്വാസത്തെക്കാളും വലുതാണോ? You haven't done 1% of what Paul has done. പൗലോസ് ചെയ്തതിന്റെ 1% പോലും നിങ്ങൾ ചെയ്തിട്ടില്ല. Your faith is not even 1% of Paul's. പൗലോസിന്റെ വിശ്വാസത്തിന്റെ 1% പോലും നിങ്ങളുടെ He വിശ്വാസം. sacrificed 1,000,000 times more than you for Christ. നിങ്ങളെക്കാട്ടിലും ലക്ഷക്കണക്കിന് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി അവൻ ത്യാഗം ചെയ്തു. Inspired by the Holy Spirit, പരിശുദ്ധാത്മാവിനാൽ he നിയന്ത്രിക്കപ്പെട്ടു. must have laid hands on Timothy 100 times for his stomach ailments. 100 പ്രാവശ്യം തിമോഥെയോസിന്റെ തലയിൽ കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. And he told him, അവനോട് പറഞ്ഞു, I don't know why God has not healed you. എന്തുകൊണ്ടാണ് നിനക്ക് സൗഖ്യം And you are frequently having this sickness. നിനക്ക് എന്നാൽ തുടർമാനമായി ഈ രോഗമുണ്ടാകുന്നു. Frequent stomach problems. വീണ്ടും നിനക്ക് ഈ പ്രശ്നമുണ്ടാകുന്നു. Take a little medicine regularly. കൂടെയുള്ള ഈ അസുഖത്തിന് നീ അല്പം മരുന്ന് കഴിക്കുക. That is the inspiration of the Holy Spirit that I quote to anybody who is sick. അതുകൊണ്ട് തന്നെ രോഗമുള്ള ആർക്കും ഞാൻ ഉദ്ധരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ ഈ വാക്യമാണ്. The devil told Jesus, jump off the temple and claim the promise, the Lord will protect you. ആലയത്തിന്റെ മുകളിൽ നിന്ന് ചാടി നീ ദൈവത്തെ പരീക്ഷിക്കുക, ദൈവം നിന്നെ സൂക്ഷിച്ചുകൊള്ളും എന്ന് ദൈവത്തെ പരീക്ഷിക്കുവാനാണ് പിശാച് പറഞ്ഞത്. യേശുക്രിസ്തു പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കരുത്. When there are steps provided, use the steps, don't jump down. അവിടെ താഴേക്ക് ഇറങ്ങുവാനായിട്ട് പടികളുള്ളപ്പോൾ നിങ്ങൾ പടികളിലൂടെ ഇറങ്ങി വരിക, ചാടരുത്. This is how many people say, come on, trust the Lord and he don't take any medicines. ഇങ്ങനെയാണ് ചില ആളുകൾ പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളും, ദൈവത്തിൽ വിശ്വസിക്കുക, ചാടുക. When no medicines are provided in the middle of some jungle, I will trust the Lord. ഒരു മിഡിൽ ഓഫ് in the middle of a jungle, ഒരു കാട്ടിന്റെ നടുവിൽ മരുന്നൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ അവിടെ ദൈവത്തെ വിശ്വസിക്കാം. if I am sick, ഞാൻ രോഗിയാണെങ്കിൽ. But where steps are provided, I will use the steps. എന്നാൽ സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ, പടികൾ ഉണ്ടെങ്കിൽ ഞാൻ ആ പടികൾ ഉപയോഗിക്കും. I won't jump off from the roof. ഞാൻ അവിടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് ചാടുകയില്ല. I follow Jesus. ഞാൻ യേശുവിനെ പിൻപറ്റുന്നു. Okay, another question. മറ്റൊരു ചോദ്യം is, what if somebody says they are born again and I don't believe it? ഒരു വ്യക്തി പറയുന്നു അദ്ദേഹം വീണ്ടും ജനിച്ചതാണെന്ന്, പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നില്ല. If it's a family member, അതൊരു കുടുംബാംഗമാണെങ്കിൽ, well, we must be patient. നാം ക്ഷമയോടെ കാത്തിരിക്കണം. Because that person may be deceived. ഒരുപക്ഷെ ആ വ്യക്തി വഞ്ചിക്കപ്പെട്ടതായിരിക്കാം. Or maybe the person is born again, but you are judging that person wrongly. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചതായിരിക്കാം, നിങ്ങൾ അദ്ദേഹത്തെ തെറ്റായി കുറ്റപ്പെടുത്തുന്നതായിരിക്കും. Simple test is, by their fruit you shall know them. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. So if a person is becoming more and more Christ-like year by year, the person is born again. വർഷം തോറും കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് ആ വ്യക്തി അനുരൂപനാകുന്നുവെങ്കിൽ അദ്ദേഹം വീണ്ടും ജനിച്ചതാണ്. But if the person has no interest in spiritual things, എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ, and is defeated by the same old sins year after year after year after year, എന്നാൽ വർഷം കഴിഞ്ഞ് വീണ്ടും ഒരേ പാപത്തിൽ തന്നെ തോൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, they say they are born again, they are fooling themselves. അവർ വീണ്ടും ജനിച്ചതാണ് എന്ന് പറയുന്നെങ്കിലും തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. But I can't force them to believe. എന്നാൽ അവരെ എനിക്ക് ആ രീതിയിൽ നിർബന്ധിക്കുവാനായിട്ട് കഴിയുകയില്ല. I must draw them by my life. എൻ്റെ ജീവിതത്തിലൂടെ അവരെ എന്നിലേക്ക് കർത്താവിലേക്ക് ആകർഷിക്കുകയാണ് വേണ്ടത്. If you are a husband, നിങ്ങൾ ഒരു ഭർത്താവാണെങ്കിൽ, and your wife is like that, നിങ്ങളുടെ ഭാര്യ അങ്ങനെയുള്ളവളാണെങ്കിൽ, don't go behind her with a whip and chase her. ഒരു ചാട്ടയുമായി അവളുടെ പുറകെ പോയി അവളെ ഓടിക്കാതിരിക്കുക. The good shepherd goes in front. നല്ല ഇടയൻ മുൻപിൽ പോകുന്നു. As a husband you must go in front. നിങ്ങൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ മുമ്പിൽ അവൾക്ക് മാതൃകയായി പോവുക. And let her follow your example. നിങ്ങളുടെ മാതൃക അവൾ പിൻപറ്റട്ടെ. Don't preach to her. അവളോട് പ്രസംഗിക്കാതിരിക്കുക. Let your life be your sermon.
നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ പ്രസംഗമായി മാറട്ടെ. That is the best way. അതാണ് ഏറ്റവും നല്ല വഴി. And leave it to God to decide who is born again and who is not. ആരാണ് വീണ്ടും ജനിച്ചത്, ആരാണ് വീണ്ടും ജനിക്കാത്തത് എന്നത് കണ്ടുപിടിക്കുക എന്നത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗസ്ഥനായ പിതാവേ, answer the questions which are still unanswered. ഇനിയും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം നൽകണമേ. Through the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ. And help us to follow you. അങ്ങേ പിൻപറ്റുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. In Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.